നമസ്കാരം, ഞാൻ ജേക്കബ് ജോയിൻസ്. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോകളധികവും ഇംഗ്ലീഷ് ക്ലാസ്സുകളായിരുന്നു. അതും ഹയർ സെക്കൻഡറിയിൽ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിനും ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനും ഗുണകരമാകുന്ന രീതിയിൽ ഓരോ ചാപ്റ്റേഴ്സും അവരുടെ സമ്മറിയും അതുപോലെ തന്നെ അതിൻ്റെ ആക്ടിവിറ്റീസുമായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിൻ്റെ യൂണിറ്റ് 3 ചാലഞ്ചസ് ഓഫ് ലൈഫിൽ നിന്നുള്ള ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു കഴിഞ്ഞായിരുന്നു. എ 3-വീൽഡ് റെവല്യൂഷൻ എന്നായിരുന്നു ആ ഒരു ചാപ്റ്ററിൻ്റെ പേര്. അതൊരു യങ് ഓൺട്രപ്രണർ ആയ ഇർഫാൻ അലാമിൻ്റെ ആ ഒരു ജീവിതകഥയാണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്നുള്ള ഒരു ഏടായിരുന്നു അതിന് ആ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. തൊട്ടടുത്ത ചാപ്റ്ററും അതുപോലെ തന്നെ ഒരു യങ് ഓൺട്രപ്രണർ ആണ്. ഷഹീൻ മിസ്ട്രി എന്ന് പറയുന്ന ഒരു ധീര വനിത, അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരിയായ ഒരു വനിതയെക്കുറിച്ചാണ് ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ സംസാരിക്കുന്നത്. ഈ ചാപ്റ്ററിൻ്റെ പേര് എന്ന് പറയുന്നത് ദീദി എന്നാണ്. ദീദി എന്ന് നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ ദീദി എന്ന വാക്കിൻ്റെ അർത്ഥം ചേച്ചി എന്നാണ്. അവരെ വളരെ സ്നേഹത്തോടെ ആളുകൾ, ഷഹീൻ മിസ്ട്രിയെ സ്നേഹത്തോടെ ആളുകൾ ദീദി അല്ലെങ്കിൽ ചേച്ചി എന്നാണ് വിളിച്ചിരുന്നത്. ആരാണ് ഷഹീൻ മിസ്ട്രി? നമുക്ക് ഷഹീൻ മിസ്ട്രിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ. സോ ഷഹീൻ മിസ്ട്രി ഈസ് ആൻ ഇന്ത്യൻ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആൻഡ് എഡ്യൂക്കേറ്റർ. ഒരു ഇന്ത്യൻ സോഷ്യൽ ആക്ടിവിസ്റ്റ്, സാമൂഹ്യ പ്രവർത്തകയും ഒരു വിദ്യാഭ്യാസ വിചക്ഷണയുമാണ് ഈ ഷഹീൻ മിസ്ട്രി എന്ന് പറയുന്ന ലേഡി. ഷീ ഈസ് ദ ഫൗണ്ടർ ഓഫ് അകൻഷ ഫൗണ്ടേഷൻ, ആൻ ഇന്ത്യൻ എഡ്യൂക്കേഷണൽ ഇനീഷ്യേറ്റീവ് ഇൻ മുംബൈ ആൻഡ് പുനെ. മുംബൈയിലും പൂനെയിലും ഉള്ള ഒരു എഡ്യൂക്കേഷൻ ഇനീഷ്യേറ്റീവായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായ, അല്ലെങ്കിൽ ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ട് രൂപം കൊണ്ടിട്ടുള്ള ഒരു സ്ഥാപനമായ അകൻഷ ഫൗണ്ടേഷൻ്റെ സ്ഥാപകരിൽ ഒരാൾ, അല്ലെങ്കിൽ സ്ഥാപകരിൽ പ്രധാനി കൂടിയാണ് ഈ ഷഹീൻ മിസ്ട്രി എന്ന് പറയുന്ന ലേഡി. അതുമാത്രമല്ല, അവർ ടീച്ച് ഫോർ ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ 2008 മുതലുള്ള CEO കൂടിയാണ് ഈ ഷഹീൻ മിസ്ട്രി. ഇനി ഷഹീൻ മിസ്ട്രിയുടെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അവരെവിടെ ജനിച്ചു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും കൂടി നമുക്കൊന്ന് സംസാരിക്കാം. ഷഹീൻ മിസ്ട്രി വാസ് ബോൺ ഇൻ മുംബൈ, ഇന്ത്യ. മുംബൈയിലാണ് അവർ ജനിച്ചത്. ഷീ ഹാഡ് ആൻ ഇൻ്റർനാഷണൽ upbringing and grew up in various countries including Lebanon, Greece, Saudi Arabia, Indonesia and the United States. As she moved countries with her father, a senior banker with സിറ്റിഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു സീനിയർ ബാങ്കറായിരുന്നു ഈ ഷഹീൻ മിസ്ട്രിയുടെ ഫാദർ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായ യാത്രകളിൽ അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഷഹീൻ മിസ്ട്രിക്ക് വളരെയേറെ രാജ്യങ്ങളിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ സഞ്ചരിക്കാനും അവിടെയുള്ള അവരുടെ ജീവിത രീതിയും സംസ്കാരവും പഠിക്കാനും അടുത്തിടപഴകാനും ഷഹീൻ മിസ്ട്രിക്ക് അതിലൂടെ കഴിഞ്ഞു. After attending boarding school in Connecticut, she moved to India for higher education. She graduated with a BA degree in sociology from St. Xavier's College. St. Xavier's കോളേജിൽ നിന്ന് അവർ സോഷ്യോളജിയിൽ ബിരുദം കരസ്ഥമാക്കുകയും University of Mumbai and later obtained a Masters in Education from the University of Manchester. മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് M.Ed കരസ്ഥമാക്കുകയും ചെയ്തു. Before launching the Agansha Foundation, Shaheen's interest in children's education led her to volunteer as a teacher in diverse organizations in Mumbai, such as the Happy Home and School for the Blind and the EAR School for the Hearing Impaired. So, Agansha Foundation തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഷഹീൻ മിസ്ട്രി വളരെയേറെ ഇൻവോൾവ് ആയിരുന്നു. അതിനുള്ള 1-2 ഉദാഹരണങ്ങൾ പറയാം. Led her life as a volunteer as a teacher in diverse organizations in Mumbai, such as Happy Home and School for the Blind and EAR School for the Hearing Impaired. ഹാപ്പി ഹോമിലും അതുപോലെ സ്കൂൾ ഫോർ ബ്ലൈൻഡിന് വേണ്ടിയും then EAR School for the Hearing Impaired, ഈ സ്കൂളിലെല്ലാം ഷഹീൻ മിസ്ട്രി ആസ് എ വോളണ്ടിയർ എന്നുള്ള നിലയിൽ, അതായത് യാതൊരുവിധ പ്രതിഫല ഇച്ഛയുമില്ലാതെ ഈ ഷഹീൻ മിസ്ട്രി ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ജോലി ചെയ്തു എന്നുള്ളത് അവരുടെ ആ ഒരു തൊഴിലിനോടുള്ള, അല്ലെങ്കിൽ അവരുടെ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്കുള്ള ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകാം. എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? സോ ദിസ് ഷോർട്ട് സ്റ്റോറി, അല്ലെങ്കിൽ ദിസ് അനഡോട്ട്, അല്ലെങ്കിൽ ദിസ് എക്സെപ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം റീഡ്രോയിങ് ഇന്ത്യ ബൈ ഷഹീൻ മിസ്ട്രി ആൻഡ് കോവിഡ് ഗുപ്ത. കോവിഡ് ഗുപ്തയും ഷഹീൻ മിസ്ട്രിയും കൂടി ചേർന്ന് രചിച്ച റീഡ്രോവിങ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒരു എക്സെപ്റ്റാണ് നമുക്കിവിടെ പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്.
ഓക്കെ, നമുക്കിനി ഈ ചാപ്റ്ററിലേക്ക് വരാം. റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. അതിൽ റീഡ് ആൻഡ് റിഫ്ലക്റ്റിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. ദർ ആർ പീപ്പിൾ ഹു ആർ ഡെയറിങ് ഇനഫ് ടു ഗോ ടു എനി എക്സ്റ്റെൻറ്റ് ടു പെർസ്യൂ ദെയർ ഡ്രീംസ്. അതായത് തൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറായ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. For them, success is not just about money or popularity. It is something beyond this. സോ അവരെ സംബന്ധിച്ചിടത്തോളം സക്സസ് അല്ലെങ്കിൽ വിജയം എന്ന് പറയുന്ന എന്താണ്, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് മേക്കിംഗ് മണി, പണമുണ്ടാക്കുക എന്ന് പറയുന്നതല്ല, ഓർ പോപ്പുലാരിറ്റി. ഇറ്റ് ഈസ് സംതിങ് ബിയോണ്ട് ദിസ്. അതായത് പണമുണ്ടാക്കുന്നതിൽ നിന്നും പ്രശസ്തരാകുന്നതിൽ നിന്നും ഒക്കെ അപ്പുറം മറ്റെന്തോ ആണ് ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ജീവിത വിജയം എന്ന് പറയുന്നത്. Many young people are into social enterprises which demand a lot of commitment and hard work. ഒത്തിരി ചെറുപ്പക്കാർ ഇപ്പോൾ ഇത്തരം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. They reach out to the community in their own way and try to make a difference. സോ അവരുടേതായ രീതിയിൽ സമൂഹത്തിലേക്ക് ഇറങ്ങി വരികയും സമൂഹത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫോർ ദം സക്സസ് മീൻസ് ഹാപ്പിനെസ് ഫോർ ദംസെൽസ് ആൻഡ് ഫോർ അതേഴ്സ്. സോ അവരെ സംബന്ധിച്ചിടത്തോളം സക്സസ് എന്ന് പറയുന്നത് അവരുടെ സന്തോഷവും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ, അതായത് മാർജിനലൈസ്ഡ് സെക്ടർ എന്ന് നമ്മൾ പറയപ്പെടുന്ന വിഭാഗത്തിൻ്റെയും കൂടെ സന്തോഷമാണ്. The following extract is the true story of a girl as narrated by her. സോ ഈ എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്ന, ഈ എക്സെപ്റ്റ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ യഥാർത്ഥ ജീവിത കഥയാണ്. അത് അവൾ തന്നെയാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, നമുക്കിനി ഈ ചാപ്റ്ററിലേക്ക് വരാം. ദ നെയിം ഓഫ് ദ ടൈറ്റിൽ ഓഫ് ദ ചാപ്റ്റർ ഈസ് ദീദി. ദീദി എന്ന് പറഞ്ഞാൽ ചേച്ചി. സോ ഇറ്റ് ഈസ് റിട്ടൺ ബൈ ഷഹീൻ മിസ്ട്രി ആൻഡ് ദിസ് എക്സെപ്റ്റ് ഹാസ് ബീൻ ടേക്കൺ ഫ്രം റീഡ്രോവിംഗ് ഇന്ത്യ, co-written by കോവിഡ് ഗുപ്ത വിത്ത് ഷഹീൻ മിസ്ട്രി. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ ചാപ്റ്റർ. ഇവിടെ ഒരു മനോഹരമായ പോയത്തിലൂടെയാണ് ഷഹീൻ മിസ്ട്രി ഈ ഒരു ചാപ്റ്റർ തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഐ റീച്ച് ടു ടച്ച് എ റെയിൻബോ ടുഡേ. ഞാൻ ഇന്നൊരു മഴവില്ലിനെ തൊടാനായി ശ്രമിച്ചു. ഐ റീച്ച്ഡ് അപ്പ് ഹൈ സോ ഹൈ. ഞാൻ ഒത്തിരി ഉയരങ്ങളിലെത്തി. ആൻഡ് യെറ്റ് ആസ് ഹൈ ആസ് ഐ റീച്ച്ഡ് അപ്പ്. ഒരുപാട് ഉയർന്നെങ്കിലും എനിക്ക് സ്പർശിക്കാനാവാത്ത അത്ര ഉയരത്തിൽ ഞാൻ ഉയരാൻ ശ്രമിച്ചു. അത്രയും ഉയരത്തിൽ ഞാൻ ഇന്നെത്തി. ബട്ട് ഐ കുഡ് നോട്ട് ടച്ച് ദ സ്കൈ. പക്ഷേ എനിക്ക് ആകാശത്തെ തൊടാനായിട്ട് സാധിച്ചില്ല. ഐ വിൽ റീച്ച് ടു ടച്ച് എ റെയിൻബോ എഗെയിൻ. ഞാൻ വീണ്ടും ഒരു റെയിൻബോയെ ടച്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഐ വിൽ റീച്ച് അപ്പ് ഹയർ ദാൻ ഹൈ. ഞാൻ വീണ്ടും ഉയരങ്ങളിലേക്ക് ഞാൻ ഉയർന്നു പൊങ്ങി. ആൻഡ് ഇഫ് ഐ റീച്ച് അപ്പ് ഹൈ ഇനഫ് ഐ ജസ്റ്റ് മേ സ്കിം ദ സ്കൈ. സോ എനിക്കിപ്പോൾ തോന്നുന്നു ഞാൻ ആകാശത്തിലൂടെ അങ്ങ് ഒഴുകി നീങ്ങുന്ന അത്രയും ഉയരത്തിൽ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നു എന്ന്. അതായത് തനിക്ക് ആവശ്യമുള്ളതിലും അല്ലെങ്കിൽ അതിലേറെയും ഉയരത്തിൽ ഇന്ന് താൻ എത്തി എന്ന് ഷഹീൻ മിസ്ട്രി ഈ ഒരു ചെറിയ കവിതയിലൂടെ പറയുകയാണ് നമ്മളോട്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ ചാപ്റ്റർ. ഐ റിമെമ്പർ സിറ്റിംഗ് ഓൺ ദ വൈഡ് വെരാന്ത ഓഫ് അവർ ഇൻഡോനേഷ്യൻ ഹോം. സോ ഈ ഒരു 12 വയസ്സായ പെൺകുട്ടിയുടെ ജീവിതം മുതലാണ് ഈ ഒരു എക്സെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് വളരെ ചെറുപ്പം മുതൽ ഷഹീൻ മിസ്ട്രി എങ്ങനെ വളർന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാകാം. ഐ റിമെമ്പർ സിറ്റിംഗ് ഓൺ ദ വൈഡ് വെരാന്ത ഓഫ് അവർ ഇൻഡോനേഷ്യൻ ഹോം. സോ ഇൻഡോനേഷ്യയിലെ വീടിൻ്റെ വിശാലമായ വരാന്തയിൽ ഞാൻ ഇരിക്കുകയാണ്. റൈറ്റിംഗ് ലിറ്റിൽ പോയംസ് ആൻഡ് നോട്ട്സ് ഇൻ എ കാർഫ്ലി ഗാർഡഡ് ഡയറി. എനിക്കൊരു മനോഹരമായ ഡയറി ഉണ്ട്. ഞാനതിനകത്ത് ചെറിയ ചെറിയ കവിതകളും എഴുതുകയാണ്. I would sit and watch little ants carry large loads determined to get to their destination. സോ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് കാണാം ഉറുമ്പ് എന്തൊക്കെയോ ചുമന്നുകൊണ്ട് തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുന്നതായി. വാട്ട് ഈസ് മൈ ഡെസ്റ്റിനി? എന്താണ് എൻ്റെ വിധി എന്ന് പറയുന്നത്. ഐ വാസ് ഓൾറെഡി 12 years old now. എനിക്കിപ്പോൾ തന്നെ 12 വയസ്സായി. ബട്ട് വാട്ട് ഹാഡ് ഐ അച്ചീവ്ഡ്? പക്ഷേ ഞാൻ എന്ത് നേടി? It was in 1983. We lived in Jakarta. ഇത് 1983 1983 ഞങ്ങൾ ജക്കാർത്തയിലാണ് താമസിക്കുന്നത്. In a lovely white colonial home on a street that was quiet. ഒരു മനോഹരമായ വെളുത്ത കൊളോണിയൽ ശൈലിയിലുള്ള പണിത ഒരു വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. It was a pleasant, almost perfect life until the day I was taken to visit an orphanage in the city. ഞങ്ങൾ താമസിക്കുന്ന സിറ്റിയിലുള്ള ഒരു ഓർഫനേജിൽ, ഒരു അനാഥാലയത്തിൽ ഞാൻ ചെല്ലുന്നതുവരെ ഞങ്ങളുടെ ജീവിതം വളരെ ശാന്തമായിരുന്നു. I do not remember how the orphanage looked, but I vividly remember the children. ആ ഓർഫനേജ് എങ്ങനെയാണ് എന്ന് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ അവിടെയുള്ള കുട്ടികളെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. I saw crying children, laughing children, quiet children, screaming children, and I remember
നോട്ട് നോവിങ് വാട്ട് ടു ഡു. ഞാനവിടെ കരയുന്ന കുട്ടികളെ കണ്ടു, ചിരിക്കുന്ന കുട്ടികളെ കണ്ടു, സമാധാനപരമായി ശാന്തമായി ഇരിക്കുന്ന കുട്ടികളെ കണ്ടു, അലറുന്ന കുട്ടികളെ കണ്ടു. ആൻഡ് ഐ റിമെമ്പർ നോട്ട് നോവിങ് വാട്ട് ടു ഡു. ഞാൻ എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല. ഐ റിട്ടേൺ ടു ദ ഓർഫനേജ് എവറി വീക്കെൻഡ്. എല്ലാ ആഴ്ച അവസാനങ്ങളിലും ഞാൻ കൃത്യമായി ആ ഓർഫനേജിൽ ചെല്ലാനായി ശ്രദ്ധിച്ചു. Perhaps it was merely curiosity or a sense of thankfulness for all that I had. ഒരുപക്ഷെ എൻ്റെ ഉള്ളിലെ ആകാംക്ഷ കൊണ്ടായിരിക്കാം ഞാൻ അവിടെ ചെല്ലുന്നത്. അല്ലെങ്കിൽ എനിക്കിതുവരെ കിട്ടിയിരിക്കുന്നതിനെല്ലാം ഒരു താങ്ക്സ് ഗിവിങ്, എനിക്കിതുവരെ കിട്ടിയിരിക്കുന്ന സുഖസൗകര്യങ്ങൾക്കെല്ലാം ഒരു താങ്ക്സ് ഗിവിങ് എന്നുള്ള നിലയിലായിരിക്കാം ആ ഓർഫനേജിലേക്ക് എല്ലാ വീക്കെൻഡ്സിലും ഞാൻ പോകുന്നത്. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദ എക്സാക്ട് റീസൺ why I visited that orphanage every weekend. Thankfulness for all that I had, or maybe every child's real desire to learn more about the world. അല്ലെങ്കിൽ ഈ ലോകത്തെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഓരോ കുട്ടിയുടെയും ഉള്ളിലുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കാം എന്നെ ഒരുപക്ഷെ ആ ഒരു ഓർഫനേജിലേക്ക് നയിക്കുന്നത്. മൈ ഫാദർ വാസ് എ ബാങ്കർ ഹു ഹാഡ് ടു മൂവ് സിറ്റീസ്. എൻ്റെ ഫാദർ ഒരു ബാങ്കറായിരുന്നു. അദ്ദേഹത്തിന് ഒരു സിറ്റിയിൽ നിന്ന് വേറൊരു സിറ്റിയിലേക്ക്, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നിരുന്നു. ഗ്രോവിംഗ് അപ്പ് വാസ് എ whirlwind of 10 schools across 5 countries that spanned the French, British, American and international school systems. ഏകദേശം ഫ്രാൻസിലും ബ്രിട്ടനിലും അമേരിക്കയിലും അടക്കം ഏകദേശം 5 രാജ്യങ്ങളിലുള്ള 10 സ്കൂളിൽ പഠിച്ചിട്ടാണ് ഞാൻ എൻ്റെ 10ാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത്. I began to understand that life was not perfect during my summer vacations. സോ ഞാൻ മനസ്സിലാക്കാനായിട്ട് തുടങ്ങി, ലൈഫ് എന്ന് പറയുന്നത് അത്ര സുഖകരമായ ഒന്നല്ല. എപ്പോഴാണ്? എൻ്റെ സമ്മർ വെക്കേഷൻ മുതലാണ് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത് ലൈഫ് അത്ര സുഖകരമായ ഒന്നല്ല, ഞാൻ വിചാരിക്കുന്ന അത്ര പെർഫെക്റ്റ് ആയതല്ല ജീവിതം എന്ന്. മൈ സമ്മേഴ്സ് വർ സ്പെൻഡ് ബിറ്റ്വീൻ ദ ഓർഫനേജ് ഇൻ ജക്കാർത്ത ആൻഡ് ട്രിപ്സ് ബാക്ക് ടു മുംബൈ വേർ ഐ വോളണ്ടിയർഡ് അറ്റ് ദ ഹാപ്പി ഹോം ആൻഡ് ദ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ്. സോ എൻ്റെ സമ്മർ വെക്കേഷൻസ് എല്ലാം ഞാൻ സ്പെൻഡ് ചെയ്തിരുന്ന ഒന്നിലെ ജക്കാർത്തയിലെ ഓർഫനേജിലായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ മുംബൈയിലേക്ക് തിരികെ വരും. മുംബൈയിലേക്ക് വന്നതിന് ശേഷം ദ ഹാപ്പി ഹോം ആൻഡ് ദ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ്, അതായത് ഹാപ്പി ഹോമിലും സ്കൂൾ ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കൂളിലും ഞാൻ പ്രവർത്തിച്ചാണ് എൻ്റെ സമ്മർ വെക്കേഷൻസ് ഞാൻ കഴിച്ചു കൂട്ടിയിരുന്നത്. ഐ റിമെമ്പർ തിങ്കിങ് ഓഫ് ദ ബ്യൂട്ടി യു ക്യാൻ ക്രിയേറ്റ് വെൻ യു ലുക്ക് ബിയോണ്ട് വാട്ട് യു ക്യാൻ സീ. സോ നമ്മുടെ കാഴ്ചയ്ക്കും അപ്പുറമുള്ള സൗന്ദര്യത്തെ ഞാൻ മനസ്സിലാക്കാനായിട്ട് തുടങ്ങി. The school burst with confident children running up and down the staircases or playing cricket on the terrace with a ball that jingled. So ആ സ്കൂളിൽ അന്ധരായ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ കുട്ടികൾ വളരെ സന്തോഷത്തോടെ സ്റ്റെയർ കേസ് കയറി ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അല്ലെങ്കിൽ ജിങ്കിൾസ് നിറച്ച അല്ലെങ്കിൽ മണ്ണി കിലുങ്ങുന്ന ബോൾ കൊണ്ട് അവർ ടെറസിൽ മനോഹരമായി ക്രിക്കറ്റ് കളിക്കുന്നത് ഞാൻ കണ്ടു. ഈ കാഴ്ചകളെല്ലാം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ജീവിതം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതിനും അപ്പുറത്ത് ഉള്ള മറ്റെന്തോ ആണ് എന്ന് എനിക്ക് ഈ കാഴ്ചകൾ എന്നെ മനസ്സിലാക്കി തന്നു. It was through these summer experiences in India that I began to see inequity. So ഇവിടെ ഞാൻ അസമത്വം കണ്ടു തുടങ്ങി. I would go from a family lunch to the dining hall at the blind school. ഞാനൊരു ഫാമിലി ലഞ്ചിന് ശേഷം ബ്ലൈൻഡ് സ്കൂളിലെ ഡൈനിങ് ഹാളിലേക്ക് പോവുകയാണ്. ഐ വുഡ് വാച്ച് ത്രൂ ദ വിൻഡോ ഓഫ് മൈ എയർ കണ്ടീഷൻ കാർ. എൻ്റെ സുഖകരമായ ശീതീകരിച്ച AC കാറിൻ്റെ വിൻഡോസിലൂടെ ഞാനൊരു കാഴ്ച കണ്ടു. ആ ചിൽഡ്രൻ വുഡ് ബെഗ് ഇൻ ദ സ്ട്രീറ്റ്സ് ഫോർ ഫുഡ്. കുട്ടികൾ ഭക്ഷണത്തിന് വേണ്ടി തെരുവിലൂടെ അലഞ്ഞു തിരിഞ്ഞ് യാചിച്ച് നടക്കുന്നത് ഞാൻ കണ്ടു. I would see piles of wasted food at a friend's party, and when I left, I would notice a woman sitting on the side of the road. സോ അതുമാത്രമല്ല, ഞാൻ കണ്ടു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പാർട്ടി കഴിഞ്ഞ് വേസ്റ്റായ ഫുഡ് കുന്നുകൂട്ടി ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അതുപോലെ തന്നെ മറ്റൊരു കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചയെ ഞാൻ കണ്ടു. I would notice a woman sitting on the side of the road portioning out all too meager amounts of dal and rice for her family. ഒരു സ്ത്രീ തൻ്റെ കുടുംബത്തിലേക്ക് വേണ്ട പരിപ്പും അരിയും, വളരെ ചെറിയ എമൗണ്ടുള്ള, വളരെ ചെറിയ അളവിലുള്ള പരിപ്പും അരിയും വേർതിരിക്കുന്നത് ഞാൻ കണ്ടു. അങ്ങനെ രണ്ട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകൾ ഞാൻ അവിടെ കാണുകയുണ്ടായി. I started to see the slums of Mumbai as the fabric of the city. Suddenly they appeared to be everywhere. ഞാൻ പതുക്കെ മുംബൈയിലെ സ്ലംസ് കാണാനായിട്ട് തുടങ്ങി. സോ മുംബൈയിലെ സ്ലംസ് എന്ന് പറയുന്ന സിറ്റിയുടെ ഒരു ബൈ പ്രൊഡക്റ്റാണ്. I began to notice the disparity that existed in different people's lives. അതായത് വ്യത്യസ്തമായ ആളുകളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ആ ഒരു ഡിസ്പാരിറ്റി, ആ ഒരു വ്യത്യസ്തത, അല്ലെങ്കിൽ ആ ഒരു ഇനീക്വാളിറ്റി, അസമത്വം ഞാൻ നോട്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങി. It was the summer of 1989.
ആസ് ഓൾവേസ് ഐ വാസ് ഓൺ മൈ വെക്കേഷൻ ഇൻ ഇന്ത്യ. സോ ഇത് 1989 സമ്മർ വെക്കേഷനാണ്. യൂഷ്വലി ഞാൻ ഇന്ത്യയിലാണ് എൻ്റെ സമ്മർ വെക്കേഷൻ സ്പെൻഡ് ചെയ്യുന്നത്. ഓൺ വൺ ബ്ലിസ്റ്ററിങ് മുംബൈ ഡേ മൈ ടാക്സി സ്റ്റോപ്ഡ് അറ്റ് എ ട്രാഫിക് സിഗ്നൽ. ഒരു ട്രാഫിക് സിഗ്നലിൽ എൻ്റെ ടാക്സി നിർത്തി. 3 children ran up to my window. 3 കുട്ടികൾ എൻ്റെ കാറിൻ്റെ ചില്ലിനടുത്തേക്ക്, ജനാലയ്ക്കടുത്തേക്ക്, വിൻഡോയുടെ അടുത്തേക്ക് നടന്നു വന്നു. സ്മൈലിംഗ് ആൻഡ് ബെഗിങ്. അറ്റ് ദാറ്റ് മൊമെൻറ്റ് ഐ ഹാഡ് എ ഫ്ലാഷ് ഓഫ് ഇൻട്രോസ്പെക്ഷൻ. അവരെന്നെ എൻ്റെ നേരെ ചിരിച്ചതിന് ശേഷം എന്നോട് ബെഗ് ചെയ്യുകയാണ്, യാചിക്കുകയാണ്. ആ സമയത്ത് ഞാൻ എന്നെക്കുറിച്ച് തന്നെ ചിന്തിക്കാനായി തുടങ്ങി. Nothing too unusual had happened, but as I looked at them, I suddenly knew that my life would have more meaning if I stayed in India. സോ ആ കാഴ്ച കണ്ടതിന് ശേഷം, ആ കുട്ടികളെ കണ്ടതിന് ശേഷം ഞാൻ ചിന്തിച്ചു, ഞാൻ ഇന്ത്യയിൽ തന്നെ നിൽക്കുകയാണ് എങ്കിൽ എൻ്റെ ജീവിതം കുറച്ചുകൂടി അർത്ഥവത്തായി മാറുമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. In the days that followed, I kept thinking about those kids and that moment. സോ വരും ദിവസങ്ങളിൽ ഞാൻ ആ കുട്ടികളെക്കുറിച്ചും ആ നിമിഷത്തെക്കുറിച്ചും ചിന്തിക്കാൻ തുടങ്ങി. ഇന്ത്യ വാസ് ആൻസറിങ് ദ സെർച്ച് ഫോർ പർപ്പസ് that I had felt ever since I was a child. സോ ഒരു കുട്ടിയായിരുന്നപ്പോഴുള്ള എൻ്റെ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരങ്ങളും ഇന്ത്യ എനിക്ക്, ഈ ഭാരതം അല്ലെങ്കിൽ ഈ രാജ്യം എനിക്ക് തരുമെന്ന് എനിക്കപ്പോൾ തോന്നി. എൻ്റെ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരങ്ങളും ഈ രാജ്യത്തുണ്ട് എന്ന് എനിക്കപ്പോൾ മനസ്സിലായി. ഐ വാസ് ബീങ് ചലഞ്ചഡ് ടു ഫൈൻഡ് മൈ ഐഡൻറ്റിറ്റി. സോ ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി കണ്ടുപിടിക്കാനായി തീരുമാനിച്ചു. ഐ വാണ്ടഡ് ടു ബി പാർട്ട് ഓഫ് മേക്കിംഗ് തിങ്സ് ബെറ്റർ ഫോർ ചിൽഡ്രൻ. ഈ കുട്ടികളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് എനിക്ക് തോന്നി തുടങ്ങി. ഐ ന്യൂ ദെൻ ദാറ്റ് ദിസ് കുഡ് ബി മൈ കൺട്രി ആൻഡ് that whatever I did here could make more of a difference than in the manicured reality of my university life in the States. സോ ഞാൻ തീരുമാനിച്ചു, ഈ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തെ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന്. അങ്ങനെ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അതിൽ എന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടാവും. അവരുടെ ജീവിതത്തിൽ മാത്രമല്ല എൻ്റെ ജീവിതത്തിലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നി തുടങ്ങി. അതുമാത്രമല്ല, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ യൂണിവേഴ്സിറ്റി ലൈഫല്ല യഥാർത്ഥ ലൈഫ് എന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി തുടങ്ങി. യഥാർത്ഥ ലൈഫ് ഇന്ത്യയിലെ മുംബൈയിലെ സ്ലംസിലാണ് ഉള്ളത് എന്ന് എനിക്ക് മനസ്സിലായി. നെർവസ്ലി എ വീക്ക് ബിഫോർ ഐ വാസ് ടു റിട്ടേൺ ടു ബോസ്റ്റണിന് പോകേണ്ടിയിരുന്നതിന് ഒരാഴ്ച മുമ്പ് I telephoned my parents and tried and explained the jumbled feeling that culminated in my strong desire to move back to Mumbai. സോ ഞാൻ എൻ്റെ പാരൻസിനെ വിളിച്ചു. എൻ്റെ പാരൻസിനെ വിളിച്ചതിന് ശേഷം മുംബൈയിലേക്ക് തിരിച്ചു പോരേണ്ടതിൻ്റെ ആവശ്യകത ഞാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. They listened carefully. അവർ വളരെ ശ്രദ്ധയോടെ കേട്ടു. But advised me and cautioned that living in Mumbai would be vastly different from my current vacation. സോ ഇവിടെ ഒരു വെക്കേഷൻ ആഘോഷിക്കാനായിട്ട് വന്നതാണ്. പക്ഷേ മുംബൈ എന്ന് പറയുന്ന ഈ നഗരത്തിൽ താമസിക്കുന്നത്, യഥാർത്ഥ ജീവിതം തുടങ്ങി ഇവിടെ താമസിക്കുന്നത് വെക്കേഷൻ ആഘോഷിക്കുന്ന പോലെ അത്ര സുഖകരമല്ല എന്ന് എൻ്റെ പാരൻസ് എനിക്ക് പറഞ്ഞു തന്നു. ബട്ട് വെൻ ഐ പെർസിസ്റ്റഡ് ദേ എഗ്രി. പക്ഷേ ഞാൻ ഉറച്ചു നിന്നപ്പോൾ അവരവസാനം സമ്മതിച്ചു. ഓൺ 2 conditions, 2 കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ മൈ പാരൻസ് എഗ്രീഡ് മീ ടു സ്റ്റേ ബാക്ക് ഇൻ മുംബൈ. വാട്ട് ആർ ദോസ് 2 conditions? The first one, I would get admission into a good undergraduate college in the city. ഞാൻ കോളേജിൽ, ഈ സിറ്റിയിലുള്ള ഏറ്റവും മികച്ച ഒരു കോളേജിൽ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സിന് അഡ്മിഷൻ നേടണം. രണ്ടാമത്, ഐ വുഡ് ട്രാവൽ അബ്രോഡ് ഫോർ മൈ ഗ്രാജുവേറ്റ് ഡിഗ്രി. എൻ്റെ മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് വേണ്ടി ഞാൻ വിദേശത്ത് പഠിക്കാൻ പോകണം എന്നുള്ള 2 കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ മൈ പാരൻസ് എഗ്രീഡ് മീ ടു സ്റ്റേ ബാക്ക് ഇൻ മുംബൈ. The only place I could think to start was St. Xavier's, where my parents had studied. സോ ഞാൻ സെൻറ്റ് സേവിയേഴ്സ് തിരഞ്ഞെടുത്തു. കാരണം എൻ്റെ പേരൻസ് പഠിച്ചു സെൻറ്റ് സേവിയേഴ്സിലാണ്. I walked into a crowded college office and asked for an appointment to see the principal. സോ ഞാൻ ആ കോളേജിലേക്ക് ചെന്നു. അതിനുശേഷം അവരോട് പറഞ്ഞു, എനിക്ക് പ്രിൻസിപ്പലിനെ കാണാനായിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് തരണം എന്ന് പറഞ്ഞു. അഡ്മിഷൻ ഷട്ട് 3 months earlier. പക്ഷേ 3 മാസങ്ങൾക്ക് മുമ്പ് അഡ്മിഷൻ അവസാനിച്ചിരുന്നു. ഐ വാസ് ടോൾഡ് ആൻഡ് ദ പ്രിൻസിപ്പൽ ഡസൻറ്റ് ഗീവ് അപ്പോയിൻമെൻറ്റ്സ്. സോ അവർ പറഞ്ഞു, പ്രിൻസിപ്പൽ അപ്പോയിൻമെൻറ്റ്സ് ഒന്നും കൊടുക്കുന്നില്ല. ഐ സ്റ്റുഡ് ഇൻ ദ കോറിഡോർ ഔട്ട്സൈഡ് ദ ഓഫീസ് ചോക്കിംഗ് ബാക്ക് ഫ്രസ്ട്രേഷൻ. ഞാൻ ആ കൊറിഡോറിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ചെയറിൽ ഇരുന്നു. എ സ്റ്റുഡൻറ്റ് സ്റ്റാൻഡിങ് ഔട്ട്സൈഡ് വിറ്റ്നസ് ദ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദ പ്രിൻസിപ്പൽസ് അസിസ്റ്റൻറ്റ് ആൻഡ് മീ. ഹി കെയിം ഓവർ ആൻഡ് വിസ്പേർഡ് വിത്ത് എ വിങ്ക്.
there is a side door to the principal's office. You may want to try that. സോ ഒരു കുട്ടി ഇത് എൻ്റെ സംസാരവും പ്രിൻസിപ്പലിൻ്റെ അസിസ്റ്റൻറ്റുമായിട്ടുള്ള സംസാരവും കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ എൻ്റെ അടുത്ത് വന്നതിന് ശേഷം പറഞ്ഞു, ആ പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് ഒരു സൈഡ് ഡോർ ഉണ്ട്, താങ്കൾക്ക് വേണമെങ്കിൽ ആ ഡോർ ഉപയോഗിക്കാമെന്ന്. ഐ വെന്റ് സ്ട്രേറ്റ് ത്രൂ ദ സൈഡ് ഡോർ. സോ ഞാനൊന്നും നോക്കിയില്ല, ആ സൈഡ് ഡോറിലൂടെ അകത്തേക്ക് കടന്നു. ഫാദർ ഡിക്രൂസ് ലുക്ക്ഡ് അപ്പ് ക്വിസിക്കലി ആൻഡ് ഓപ്പൺഡ് ഹിസ് മൗത്ത്, ബട്ട് ബിഫോർ ഹി കുഡ് സേ എനിത്തിങ് ഐ blurted out what I had rehearsed. സോ ഫാദർ ഡിക്രൂസ് എന്നെ വളരെ ആകാംക്ഷയോടെ നോക്കി, അല്ലെങ്കിൽ വളരെ അതിശയത്തോട് നോക്കി. അദ്ദേഹം വാ തുറക്കും മുമ്പ് തന്നെ ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഒറ്റ ശ്വാസത്തിൽ അങ്ങ് പറഞ്ഞു. ഫാദർ, മൈ ലൈഫ് ഈസ് ഇൻ യുവർ ഹാൻഡ്സ്. ഫാദർ, എൻ്റെ ജീവിതം താങ്കളുടെ കൈകളിലാണ്. ഐ വാണ്ട് ടു ഡു സംതിങ് ഫോർ ദ ചിൽഡ്രൻ ഓഫ് ഇന്ത്യ. എനിക്ക് ഇന്ത്യയിലെ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഐ ഡോണ്ട് നോ ഹൗ, ഓൺലി ദാറ്റ് ഐ മസ്റ്റ്. എങ്ങനെ എന്ന് എനിക്കറിയില്ല, പക്ഷേ എന്തെങ്കിലും ചെയ്യണം എന്ന് എനിക്കറിയാം. ഹി വാസ് ക്യൂരിയസ് ഇനഫ് ടു ആസ്ക് മീ എ ഫ്യൂ ക്വസ്റ്റ്യൻസ്, ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് അവർ കോൺവെർസേഷൻ ദ ഫാദർ താങ്ക്ഫുള്ളി ഗ്രാൻറ്റഡ് മീ അഡ്മിഷൻ ടു സെൻറ്റ് സേവിയേഴ്സ് കോളേജ്. സോ അദ്ദേഹം എന്നോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. അങ്ങനെ അവസാനം ഞങ്ങളുടെ ആ ഒരു കോൺവെർസേഷൻ്റെ അവസാനം ഹി ഗേവ് മീ അഡ്മിഷൻ അറ്റ് സെൻറ്റ് സേവിയേഴ്സ് കോളേജ്. The academic system at St. Xavier's was different from the academic system what I familiarized in US. യുഎസിലെ അക്കാഡമിക് സിസ്റ്റവും സെൻറ്റ് സേവിയേഴ്സിലെ അക്കാഡമിക് സിസ്റ്റവും രണ്ടാണ്. Here a far more bookish form of learning replaced the academic rigor and intellectual stimulation I had received in Massachusetts. ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് കൂടുതലും എ ബുക്കിഷ് ഫോം ഓഫ് ലേണിംഗ് ആണ്. അതായത് ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സെൻറ്റ് സേവിയേഴ്സിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം. പക്ഷേ നേരെ മറിച്ച് മസാച്യുസെറ്റ്സിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ദ അക്കാഡമിക് റിഗർ ആൻഡ് ഇൻ്റലക്ച്വൽ സ്റ്റിമുലേഷൻ ഐ ഹാഡ് റിസീവ്ഡ് ഇൻ മസാച്യുസെറ്റ്സ്. സോ അത് കുറച്ചുകൂടി അധ്യാപകർ എന്ന് പറയുന്ന അല്ലെങ്കിൽ കോളേജ് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റേറ്ററായിട്ട് വർക്ക് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സ്പേസ് നൽകുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ കഴിവിനെ കുറച്ചുകൂടി പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റമായിരുന്നു മസാച്യുസെറ്റ്സിൽ ഞാൻ അതുവരെ കണ്ടത്. ഐ ക്വിക്ക്ലി റിയലൈസ് ദാറ്റ് ഐ വുഡ് ബി ഏബിൾ ടു ലേൺ മോർ ഇൻ ദ സിറ്റി ബിയോണ്ട് ദ ക്ലാസ് റൂം. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി ക്ലാസ് റൂമിനേക്കാൾ കൂടുതൽ ഞാൻ പഠിക്കാൻ പോകുന്നത് മുംബൈ എന്ന് പറയുന്ന നഗരത്തിൽ നിന്നാണ് എന്ന്. നൗ ദാറ്റ് ഐ ലിവ്ഡ് ഇൻ ഇന്ത്യ ഐ വാണ്ടഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇൻ എ ഡിഫറെൻറ്റ് ആൻഡ് ഡീപ്പർ വേ ദാൻ ഐ ഹാഡ് ഡ്യൂറിങ് മൈ സമ്മർ ഹോളിഡേയ്സ്. സോ ഞാൻ തീരുമാനിച്ചു ഈ മുംബൈ നഗരത്തെ അല്ലെങ്കിൽ ഈ ഇന്ത്യയെക്കുറിച്ച് കൂടുതൽ അറിയണം എന്ന്. I walked around the city just watching and listening. ഞാൻ ഈ സിറ്റിയിലൂടെ നടന്നു, വെറുതെ സിറ്റി കണ്ടും കേട്ടും പരിചയിച്ചും. One day I walked into a sprawling low-income community which was a maze of tiny alleyways buzzing with life. So ഒരു ദിവസം ഞാനൊരു സ്ലമ്മിലേക്ക് കയറിപ്പറ്റി. ഒരു ചേരിയിൽ ഞാൻ ഒരു ദിവസം ഒരു സന്ദർശനം നടത്തി. An estimated 10,000 people lived here with no running water. സോ കുടിവെള്ളം പോലുമില്ലാതെ ഏകദേശം 10,000-ഓളം ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. നോ സിസ്റ്റം ഓഫ് വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യാനായിട്ട് അവിടെ ഒരു സിസ്റ്റവുമില്ല. കുടിവെള്ളമില്ല, വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യാനായിട്ട് ഒരു സിസ്റ്റവുമില്ല. ആൻഡ് ഷെയർഡ് 6 dark cubicle toilets that lined an adjoining alley. 6 ബാത്റൂമാണ് ആ 10,000 ജനങ്ങൾ ഷെയർ ചെയ്യുന്നത്. സോ ഇത് ഷഹീൻ മിസ്ട്രിയെ വളരെയേറെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ഐ walked around the afternoon speaking with children, wondering how life would be different if each one of them only had access to the opportunities that would fill their greatest potential. So I walked around that afternoon. ആ സായാഹ്നം ഞാൻ അതിലെ കുട്ടികളോട് സംസാരിച്ചുകൊണ്ട് നടന്നു. അവരോട് സംസാരിച്ചുകൊണ്ട് നടന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവരുടെ ഉള്ളിൽ വളരെയേറെ പൊട്ടൻഷ്യൽ, ധാരാളം കഴിവുകളുള്ള കുട്ടികളാണ്. അവരുടെ ആ കഴിവുകൾ അവർക്ക് വളർത്തിയെടുത്തുകൊണ്ട് വരാനായിട്ട് സാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ജീവിതം എങ്ങനെ മറിയും എന്ന് ഞാൻ അവരോട് സംസാരിച്ചതിൽ നിന്നും മനസ്സിലാക്കി. വാക്കിംഗ് ഡൗൺ ദ നാരോ പാസേജ് വേസ് I must have looked a little dazed when a soft-spoken girl dressed in a beautiful saree welcomed me into her home. സോ ഞാൻ ആ കുട്ടികളോട് സംസാരിച്ചുകൊണ്ട് ആ പാസേജിലൂടെ, ആ അലിവീസിലൂടെ നടന്നപ്പോൾ, ആ ചേരിയിലൂടെ നടന്നപ്പോൾ ഒരു സാരിയെ കൊടുത്ത ഒരു സുന്ദരിയായ പെൺകുട്ടി എൻ്റെ നേരെ ചിരിക്കുകയും എന്നെ അവരുടെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റുകയും ചെയ്തു. ഹെർ നെയിം വാസ് സന്ധ്യ. അവളുടെ പേര് സന്ധ്യ എന്നായിരുന്നു. ഷീ വാസ് ഓൾസോ 18 ലൈക്ക് മീ. അവളും എന്നെപ്പോലെ 18 വയസ്സുകാരിയായിരുന്നു.
ഷി ഡിഡ്ന്റ് സ്പീക്ക് എ വേർഡ് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഐ ഡിഡ്ന്റ് സ്പീക്ക് എ വേർഡ് ഓഫ് ഹിന്ദി. അവൾ ഒരു ഇംഗ്ലീഷിൽ ഒരു വാക്കും പറഞ്ഞില്ല, ഞാൻ ഹിന്ദിയിൽ ഒരു വാക്ക് തിരിച്ചും പറഞ്ഞില്ല. ബട്ട് ഷീ സ്മൈൽഡ് ആൻഡ് ലാഫ്ഡ് ആൻഡ് chatted a lot and I felt an immediate connection with her. സോ അവൾ ചിരിക്കുകയും അവൾ എന്നോട് ചിരിക്കുകയും അവൾ എന്നോട് ഒത്തിരി സംസാരിക്കുകയും ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ തമ്മിൽ ഒരു ബോണ്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. സന്ധ്യസ് ലൈഫ് വാസ് സോ ഡിഫറെൻറ്റ് ഫ്രം മൈൻ. സന്ധ്യയുടെ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തെക്കാളും വളരെയേറെ വ്യത്യാസപ്പെട്ട ഒരു ജീവിതമായിരുന്നു സന്ധ്യയുടെ ജീവിതം. എവറി ഡേ ഐ വുഡ് ഗോ ടു ഹെർ ഹൗസ് ആഫ്റ്റർ കോളേജ്. സോ കോളേജിന് ശേഷം ഞാൻ എല്ലാ ദിവസവും അവളുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. ഹെർ ഹോം വാസ് സ്മോളർ ദാൻ ദ ബാത്റൂം ഓഫ് മൈ ഹൗസ്. അവളുടെ വീട് എന്ന് പറയുന്ന എൻ്റെ വീടിൻ്റെ ബാത്റൂമിനേക്കാളും ചെറുതായിരുന്നു. വെൻ എ ഫ്യൂ ചിൽഡ്രൻ പോക്ക് ദ ഹെഡ്സ് ഇൻസൈഡ് ദ ഡോർവേ ടു സേ ഹൈ ടു us, ഷി വെൽക്കം ടു ദം ഇൻ. ചില കുട്ടികൾ പതുക്കെ ആ ജനാലകളുടെ ഇടയിലൂടെ ഞങ്ങളെ നോക്കി ഹായ് എന്ന് പറഞ്ഞു. അവൾ ആ കുട്ടികളെ ഞങ്ങളുടെ റൂമിലേക്ക് വിളിച്ചു. ദീസ് ചിൽഡ്രൻ ഇവൻച്വലി ഫോം ദ ഫസ്റ്റ് ക്ലാസ് ഐ വുഡ് ടീച്ച്. സോ ഈ കുട്ടികളായിരുന്നു എൻ്റെ ആദ്യത്തെ ക്ലാസ്. ഞാൻ പഠിപ്പിച്ച ആദ്യത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഈ കുട്ടികളായിരുന്നു. ഞാൻ ചേരിയിൽ വെച്ച് കണ്ടുമുട്ടിയ ഈ കുട്ടികളായിരുന്നു. ഈച്ച് ഡേ എ ഫ്യൂ മോർ കിഡ്സ് വുഡ് ക്രൗഡ് ഇൻ ടു ദ ലിറ്റിൽ ഹോം ആൻഡ് ആസ്ക് ടു ലേൺ എ ഫ്യൂ വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് ഓർ എ ലിറ്റിൽ മാത്ത് ഓർ എ സോങ്. സോ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ നമ്പർ പതിയെ കൂടാനായിട്ട് തുടങ്ങി. അവരെൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ഇംഗ്ലീഷും കുറച്ച് കണക്കും 1-2 പാട്ടുമൊക്കെ പഠിക്കാനായിട്ട് തുടങ്ങി. Even though I knew very little of India, I felt useful and confident. എനിക്ക് ഇന്ത്യയെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങളെ അറിയൂ എങ്കിലും എനിക്ക് വളരെയേറെ ആത്മവിശ്വാസവും അഭിമാനവും തോന്നിയ നിമിഷങ്ങളായിരുന്നു അത്. This became my routine. ഇത് എൻ്റെ ഒരു ശീലമായി മാറി. I would leave college as soon as I could and rush to my new world in the community. സോ ഞാൻ കോളേജ് വിട്ടതിന് ശേഷം വളരെ വേഗം തന്നെ എൻ്റെ പുതിയ കമ്മ്യൂണിറ്റിയിലേക്ക് വരാനായി തുടങ്ങി. Here I saw truth and hope. ഇവിടെ സത്യവും പ്രതീക്ഷയും പ്രത്യാശയും ഞാൻ കണ്ടു. The children would shout ദീദി ദീദി excitedly when I went there. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കുട്ടികൾ വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടി ദീദി ദീദി എന്ന് എന്നെ വിളിക്കാനായിട്ട് തുടങ്ങി. ദിസ് വാസ് സ്റ്റാർട്ടിങ് ടു ഫീൽ ലൈക്ക് എ ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ്. ഇത് എനിക്ക് അവരുമായിട്ടൊരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ തുടങ്ങുന്നതിന് കാരണമായി. Akansha was born of the simple idea that India had people who could teach, spaces that could be utilized as classrooms, and the funds with which to educate all the children. So Akansha എന്ന് പറയുന്ന ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്ത് 3 പ്രിൻസിപ്പിൾസിനെ അല്ലെങ്കിൽ 3 പോയിന്റ്സിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. The first one is the India had people who could teach. ഇന്ത്യയിൽ പഠിപ്പിക്കാൻ അറിയാവുന്ന ഒത്തിരി ആളുകളുണ്ട്. സ്പേസസ് ദാറ്റ് കുഡ് ബി യൂട്ടിലൈസ്ഡ് ആസ് ക്ലാസ്റൂംസ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ധാരാളം സ്പേസസ് ഇന്ത്യയിലുണ്ട്. ആൻഡ് ദ ഫണ്ട്സ് വിത്ത് വിച്ച് ടു എഡ്യൂക്കേറ്റ് ഓൾ ദ ചിൽഡ്രൻ. എല്ലാ കുട്ടികളെയും എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള ഫണ്ടും ഇന്ത്യയിൽ അവൈലബിൾ ആണ്. സോ ഈ 3 ഐഡിയാസിനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാൻ അകൻഷ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തത്. എവറിത്തിങ് എക്സിറ്റ്സ്, ഐ ജസ്റ്റ് നീഡ് ടു ഫൈൻഡ് എ വേ ടു ബ്രിങ് ഓൾ ടുഗദർ. എല്ലാം നിലനിൽക്കുന്നു. സോ അതുകൊണ്ട് എനിക്ക് ഈ 3നെയും ഒന്ന് ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ഒരു സ്പേസ് കിട്ടിയാൽ മതി എന്നായി. The people in the community wanted only 3 things: housing, water and education. ഈ ചേരിയിലുള്ള ജനങ്ങൾക്ക് 3 കാര്യങ്ങളെ ആവശ്യമുള്ളൂ. 1 ഹൗസിംഗ്, അതായത് വീട്, പാർപ്പിടം. 2 വാട്ടർ, നല്ല കുടിവെള്ളം. 3 എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. I realized that if I wanted the students to take school seriously, they needed an environment free of the community's distractions. സോ എനിക്ക് തോന്നി, ഞാൻ ഈ കുട്ടികളെ വിദ്യാഭ്യാസത്തിന് സീരിയസ് ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, ഞാനിവരെ പഠിപ്പിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് എങ്കിൽ, അവർക്ക് ഈ കമ്മ്യൂണിറ്റി ചേരിയുടെ ഡിസ്ട്രാക്ഷനിൽ നിന്ന് മാറി സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ പഠിക്കാനുള്ള ഒരു സംവിധാനമാണ് ഉണ്ടാക്കേണ്ടതെന്ന് എനിക്ക് തോന്നി. സോ വി സ്റ്റാർട്ടഡ് ദ സെർച്ച് ഫോർ അവർ ഫസ്റ്റ് അകൻഷ സെൻറ്റർ സ്പേസ്. സോ അതുകൊണ്ട് ഞങ്ങളുടെ അകൻഷ സെൻറ്ററിൻ്റെ ആദ്യത്തെ സ്പേസിന് വേണ്ടിയിട്ടുള്ള എൻ്റെ തിരച്ചിൽ അവിടെ ആരംഭിച്ചു. ഐ അപ്രോച്ച്ഡ് 20 സ്കൂൾസ് ഇൻ ദ സിറ്റി. ഞാൻ സിറ്റിയിലെ 20 സ്കൂൾ മാനേജ്മെൻറ്റുമായിട്ട് ഈ കാര്യം അപ്രോച്ച് ചെയ്തു. റിക്വസ്റ്റിംഗ് ടു ഗിവ് ജസ്റ്റ് 1 ക്ലാസ് റൂം ഇൻ ദർ സ്കൂൾ ബിൽഡിംഗ് ഫോർ 3 hours എവറി ഈവനിങ്. സോ എല്ലാ ദിവസവും 3 മണിക്കൂർ, എല്ലാ ഈവനിങ്ങിലും 3 മണിക്കൂർ വീതം ഏതെങ്കിലും ഒരു ക്ലാസ് റൂം ഞാൻ അവരോട് ആവശ്യപ്പെട്ടു.
ഓൾ ഓഫ് ദം റിഫ്യൂസ്ഡ് ഫോർ ദ മോസ്റ്റ് ഇലോജിക്കൽ റീസൺസ്. എൻ്റെ അപേക്ഷ ആരും കൈക്കൊണ്ടില്ല. ഞാൻ അവരോട് ഇത്രയും മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. എന്താണ് ആവശ്യപ്പെട്ടത്? ഒരു ക്ലാസ് റൂം എല്ലാ ദിവസവും വൈകുന്നേരം 3 മണിക്കൂർ നേരത്തേക്ക് വിട്ടുതരിക. പക്ഷേ ഒരു സ്കൂളുകാരും സമ്മതിച്ചില്ല. അവർക്ക് അവരവരുടേതായ ഇലോജിക്കലായിട്ടുള്ള യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാരണങ്ങളുണ്ടായിരുന്നു. എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. Some administrators claimed that the idea of teaching underprivileged children was way too revolutionary, while others complained that they would spread disease to the other students. So ചില ആളുകൾ പറഞ്ഞു, this is a revolutionary idea, so we won't promote revolutionary idea. ഇതൊരു വിപ്ലവാത്മകമായ കോൺസെപ്റ്റാണ്, ഐഡിയയാണ്, ആശയമാണ്. ഞങ്ങൾ ഇത്തരം വിപ്ലവാത്മകമായ ആശയങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു ഒരു വിഭാഗം ഒഴിഞ്ഞു. ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു, ഈ ചേരിയിൽ നിന്നുള്ള കുട്ടികൾ രോഗം പടർത്താൻ കാരണമാകുമെന്ന് പറഞ്ഞ് മറ്റൊരു വിഭാഗവും ഒഴിവാക്കി. ഇനി മൂന്നാമത്തെ വിഭാഗം എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. A principal of a reputed school even complained how she simply couldn't allow the children into her school, as the glass bangles worn by the daughters of the fisherman would scratch the dust of her classroom. So വേറൊരു പ്രിൻസിപ്പൽ പറഞ്ഞത് എങ്ങനെയാണ്, അതായത് ഈ മുക്കുവന്മാരുടെ കുട്ടികളൊക്കെയാണ് ഈ പഠിക്കാനായിട്ട് വരുന്നത്. അവരുടെ കൈകളിൽ കിടക്കുന്ന വളകൾ, ബാങ്കിളുകൾ പൊട്ടി ആ പൊട്ടൽ അതിൻ്റെ ആ ചില്ലുകൾ കൊണ്ട് അവരുടെ മനോഹരമായ ഡെസ്കിൽ പോറൽ വീഴുമെന്ന് പറഞ്ഞാണ് അങ്ങനെ പറഞ്ഞാണ് മൂന്നാമത്തെ വിഭാഗം ഞങ്ങളെ ഒഴിവാക്കിയത്. ഫൈനലി വെൻ ഐ വാസ് ഓൾമോസ്റ്റ് റെഡി ടു ഗീവ് അപ്പ്, ഞാൻ ഏകദേശം ഇത് ഉപേക്ഷിക്കാം എന്നുള്ള നിലയിലെത്തി കഴിഞ്ഞപ്പോൾ ദ പ്രിൻസിപ്പൽ ഓഫ് ദ ഹോളി നെയിം ഹൈസ്കൂൾ ഇൻ കൊലാബ, സോ കൊലാബയിലുള്ള ഹോളി നെയിം ഹൈസ്കൂളിലെ പ്രിൻസിപ്പൽ she agreed to give a room that became the first Akansha Center. So കൊലാബ സ്കൂളിലെ ഒരു മുറി പ്രിൻസിപ്പൽ ഞങ്ങൾക്ക് തരാനായി തീരുമാനിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സമ്മതം അറിയിച്ചു. സോ ദാറ്റ് ബിക്കെയിം ദ ഫസ്റ്റ് അഗൻഷ സെൻറ്റർ. സോ ആദ്യത്തെ അഗൻഷ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്ത് എവിടെയാണ്? കൊലാബ, ഹോളി നെയിം ഹൈസ്കൂൾ, കൊലാബ. I mobilized volunteers from St. Xavier's to teach and made a rough plan of what they would teach. സോ ഞാൻ സെൻറ്റ് സേവിയേഴ്സിൽ നിന്ന് വോളണ്ടിയേഴ്സിനെ മൊബിലൈസ് ചെയ്തു. അതിനുശേഷം എന്ത് പഠിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു റഫ് പ്ലാൻ തയ്യാറാക്കി. I just wanted the class to be a place where the children can feel safe, a space where they can leave the difficulties of their lives behind and just be children. സോ ഞാൻ ആഗ്രഹിച്ചത് എന്താണ്? കുട്ടികൾക്ക് സമാധാനമായിട്ട് പഠിക്കാനായിട്ട് ഒരു അന്തരീക്ഷം, ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക. അവരുടെ ചേരിയിൽ നിന്നുള്ള എല്ലാ ഡിസ്ട്രാക്ഷൻസും ഒഴിവാക്കി സമാധാനമായിട്ട്, ബുദ്ധിമുട്ടുകളെല്ലാം ഒഴിവാക്കി സമാധാനമായിട്ട് ശാന്തമായിട്ട് പഠിക്കാനായിട്ട് ഒരു സ്പേസ് എനിക്ക് നൽകാൻ സാധിക്കുക. അതായിരുന്നു എൻ്റെ മിനിമം ആവശ്യം എന്ന് പറയുന്നത്. അഗൻഷ ഫോർമലി കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ 1991. 1991 അഗൻഷ ഔദ്യോഗികമായി നിലവിൽ വന്നു. ഫ്രം എ സിംഗിൾ ക്ലാസ് വിത്ത് 15 ചിൽഡ്രൻ, അതായത് 15 കുട്ടികൾ, ഒരു ക്ലാസ്സും 15 കുട്ടികളിൽ നിന്നുമാണ് അഗൻഷ സ്റ്റാർട്ട് ചെയ്തത്. അഗൻഷ grew to 58 centers and 6 schools with over 3,500 children. സോ ഇന്ന് അഗൻഷയ്ക്ക് ഏകദേശം 58 സെൻറ്റേഴ്സ് ഉണ്ട്, 6 സ്കൂളും 3500 കുട്ടികളും ഇന്ന് അഗൻഷ ഫൗണ്ടേഷന് കീഴിൽ പഠിക്കുന്നു. ദ പ്രോഗ്രാം ഡെവലപ്ഡ് വെരി ഓർഗാനിക്കലി ഓവർ ഇയേഴ്സ്. വർഷങ്ങളിലൂടെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഈ അഗൻഷ ഫൗണ്ടേഷൻ്റെ സിലബസും പ്രോഗ്രാംസും ഞങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തത്. ലൈക്ക് എ സൂപ്പ് മെയ്ഡ് സ്പെഷ്യൽ ബൈ ഷെഫ്സ് ടോസിങ് ഇൻ വാട്ട്സ് നീഡഡ് ആഫ്റ്റർ ഈച്ച് ടേസ്റ്റിംഗ്. ഒരു ഷെഫ് ഒരു സൂപ്പ് ഉണ്ടാക്കുന്ന പോലെ ഓരോ തവണ രുചിച്ച് നോക്കിയതിന് ശേഷം അതിൻ്റെ കുറവുകൾ പരിഹരിച്ച് ആ സൂപ്പ് മെച്ചപ്പെടുത്തുന്ന പോലെയാണ് ഞങ്ങൾ അഗൻഷ ഫൗണ്ടേഷൻ മെച്ചപ്പെടുത്തിക്കൊണ്ടുവന്നത്. എ ബ്ലെൻഡ് ഓൾ ഇറ്റ്സ് ഓൺ. The stock ingredients were basic English and marked to that a dash of value, self-esteem and confidence. സോ എന്തൊക്കെയാണ് അഗൻഷ ഫൗണ്ടേഷൻ്റെ ബേസിക് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്? കുറച്ച് ഇംഗ്ലീഷ്, ബേസിക് ഇംഗ്ലീഷ് ആൻഡ് മാത്ത്, അടിസ്ഥാനപരമായിട്ട് ഒരു ബേസിക് ഇംഗ്ലീഷ്, ദെൻ ബേസിക് മാത്സ് ആൻഡ് സം വാല്യൂസ്, സെൽഫ് എസ്റ്റീം ആൻഡ് കോൺഫിഡൻസ്. കുട്ടികൾക്ക് കുറച്ച് വാല്യൂസ്, മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം അവരിൽ ആത്മാഭിമാനം വളർത്തുക, പിന്നെ അവരിൽ അതുപോലെ തന്നെ ആത്മവിശ്വാസം വളർത്തുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ സ്കൂളിൽ ചെയ്തിരുന്നത്. ഓക്കെ, ഇപ്പോൾ ഏകദേശം സമ്മറി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിനോട് ചേർന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഏതൊക്കെയാണെന്ന് നോക്കാം. സോ വാട്ട് വാസ് ഷഹീൻസ് ഫസ്റ്റ് ഇംപ്രഷൻ ഓഫ് ദ ഓർഫനേജ്? ഓർഫനേജുമായിട്ട് ബന്ധപ്പെട്ട് ഷഹീൻ മിസ്ട്രിയുടെ ആദ്യത്തെ ഒരു ഇംപ്രഷൻ എന്താണ് നമുക്ക് നോക്കാം.
At first she thought that an orphanage life is pleasant and perfect. ഒരു ഓർഫനേജ് അതിനു മുമ്പ് വരെ ഇവർ കരുതിയിരുന്ന ഷൈൻ മിസ്റ്റർ കരുതിയിരുന്ന ജീവിതം വളരെ പെർഫെക്റ്റും കംപ്ലീറ്റും ആണ് എന്നാണ്. ബട്ട് ഇൻ ദ ഓർഫനേജ് ഷീ കെയിം അക്രോസ് ക്രൈങ്, ലാഫിംഗ്, സ്ക്രീമിംഗ് ചിൽഡ്രൻ ആൻഡ് സംടൈംസ് ഷീ മെറ്റ് quiet children there. So this was her first impression of the orphanage. So second question, why does Shaheen say that life was not perfect during her summer vacation? Because it was through these summer experiences in India that she began to see inequality. She began to see the disparity that existed in the lives of people. So ഈ ഒരു സമ്മർ വെക്കേഷനിലാണ് ഇന്ത്യയിൽ നിന്നാണ് അവർ ജനങ്ങളുടെ ഇടയിൽ ഇനിക്വാളിറ്റി, അസമത്വം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ she began to see the disparity that existed in the lives of the people. അതായത് ഇന്ത്യയിലുള്ള വ്യത്യസ്ത തലങ്ങളിലുള്ള ജനങ്ങളുടെ ജീവിതം തമ്മിലുള്ള ഒരു വ്യത്യാസവും അവരിൽ അസ്വസ്ഥത ഉളവാക്കി. What was the surge Shaheen had felt since her childhood? How was India answering to it? Since her childhood, Shaheen had felt the search for purpose and was being challenged to find her identity. ചെറുപ്പം മുതൽ അവരവരുടെ ഐഡൻറ്റിറ്റി എന്തായിരിക്കും, അല്ലെങ്കിൽ തൻ്റെ ഭാവി എന്താണ് എന്നുള്ളൊരു ആകാംക്ഷയും അതിനു വേണ്ടിയിട്ടുള്ള ഒരു തെരച്ചിലും ചെറുപ്പം മുതൽ ഇവർ നടത്തിയിരുന്നു. ഷീ വാണ്ടഡ് ടു ബി എ പാർട്ട് ഓഫ് മേക്കിംഗ് തിങ്സ് ബെറ്റർ ഫോർ ചിൽഡ്രൻ. സോ കുട്ടികളുടെ ജീവിതം മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് അവർക്ക് വളരെയേറെ ആഗ്രഹമുണ്ടായിരുന്നു. ഇന്ത്യ വാസ് ആൻസറിങ് ഹർ സെർച്ച് ഫോർ പർപ്പസ് ബൈ ഓഫറിങ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഡു സംതിങ് ഫോർ ദ ചിൽഡ്രൻ ടു മേക്ക് തിങ്സ് ബെറ്റർ ഫോർ ദം. സോ ഇന്ത്യ അവരുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകി. ഇന്ത്യയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിലെ ചേരികളിലുള്ള പാവപ്പെട്ട കുട്ടികളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ പറ്റും എന്ന് അവർക്ക് മനസ്സിലായി. അതിലൂടെ അവർക്ക് അവരുടെ ഐഡൻറ്റിറ്റി കണ്ടെത്താനും അവരുടെ ജീവിത ലക്ഷ്യം നേടാനും പറ്റുമെന്ന് ഷഹീൻ മിസ്ട്രി മനസ്സിലാക്കി. What do you understand by the expression manicured reality of my university life? So if Shaheen continues her studies in US, her reality might have been appeared in a polished manner. So US-ൽ അവർ പഠനം തുടരുകയാണ് എങ്കിൽ US-ലെ റിയാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? റിയാലിറ്റി മൈറ്റ് ഹാവ് ബീൻ അപ്പിയർഡ് ഇൻ എ പോളിഷ്ഡ് മാനർ. കുറച്ച് പോളിഷ് ചെയ്ത അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുന്നത് മെച്ചപ്പെട്ടിട്ടുള്ള ഒരു റിയൽ ലൈഫാണ് അവരവിടെ എക്സ്പീരിയൻസ് ചെയ്തത്. അതായത് ഒരു പോളിഷ്ഡ് ലൈഫ് അല്ലെങ്കിൽ ഒരു ഹിപ്പോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ലൈഫാണ് അവരവിടെ എക്സ്പെക്റ്റ് ചെയ്തത് അല്ലെങ്കിൽ അവരവിടെ എക്സ്പീരിയൻസ് ചെയ്തിരുന്നത്. That means reality is made beautiful in order to appease the eyes of the people around. So അമേരിക്കയിലെ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? ആളുകൾക്ക് കാണുമ്പോൾ വളരെ മനോഹരമായി തോന്നത്തക്ക രീതിയിൽ വളരെ പോളിഷ് ചെയ്ത് വളരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്ന ഒരു ജീവിതമാണ് അമേരിക്കയിൽ ഷഹീൻ മിസ്ട്രി കണ്ടത്. എന്നാൽ ഇന്ത്യയിൽ അവർ കണ്ടത് ചേരികളിൽ യഥാർത്ഥ ജീവിതമാണ്. ദാരിദ്ര്യവും കഷ്ടപ്പാടുമാണ് അവർ ഇന്ത്യയിൽ കണ്ടത്. ഇന്ത്യയിൽ കാണുന്ന ആ ഒരു ദാരിദ്ര്യവും കഷ്ടപ്പാടും അല്ലെങ്കിൽ ആ ഒരു റിയാലിറ്റി അവർ ഒരിക്കലും അമേരിക്കയിൽ കണ്ടില്ല. On what condition did Shaheen's parents allow her to stay back in India? ഇന്ത്യയിൽ നിൽക്കാനായിട്ട് അവരുടെ പേരൻസ് അവരെ ഏതെല്ലാം കണ്ടീഷൻ്റെ പുറത്താണ് അംഗീകരിച്ചത്? ഒന്ന്, ഫസ്റ്റ് വൺ ഈസ് to get an admission in a reputed college for undergraduate degree, and for graduate degree she has to go abroad. So based on ഈ രണ്ട് കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ തന്നെ നിലനിൽക്കാൻ അവരുടെ പേരൻസ് അവരെ അനുവദിച്ചത്. How did Shaheen get her admission to St. Xavier's even when the admission was closed? Shaheen went straight through the side door to the principal's office. Before the principal could say anything, she said to him that her life is in hands and that she wants to do something for the children of India. So പ്രിൻസിപ്പൽ ഒരു സൈഡ് ഡോറിലൂടെ പ്രിൻസിപ്പളിൻ്റെ ഓഫീസിൽ ചെല്ലുകയും തൻ്റെ ജീവിതം പ്രിൻസിപ്പളിൻ്റെ കയ്യിലാണെന്നും തനിക്ക് ഇന്ത്യയിലെ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പ്രിൻസിപ്പലിനോട് പറയുകയും ചെയ്തു. അതിനുശേഷം പ്രിൻസിപ്പൽ 1-2 ചോദ്യങ്ങൾ ഇവരോട് ചോദിക്കുകയും ആ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൽ ഇവർക്ക് അവിടെ അഡ്മിഷൻ കൊടുക്കുകയും ചെയ്തു. What was the condition of the slums in Mumbai? The slums of India were thickly crowded. An estimated 10,000 people lived with no running water. ഏകദേശം 10,000-ഓളം ജനങ്ങൾ ഒരു സിംഗിൾ സ്ലമ്മിൽ തന്നെ താമസിക്കുന്നുണ്ട്. അവിടെ there is no running water. അവിടെ കുടിവെള്ളമില്ല. No system of waste disposal. വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ട് യാതൊരു സൗകര്യവുമില്ല. And shared 6 dark cubicle bathrooms, toilets that lined an adjoining alley. So 6 ചെറിയ ബാത്റൂമാണ് അവിടെ 10,000 പീപ്പിൾ ഉപയോഗിച്ചിരുന്നത്.
How was Sandhya's life different from that of Shaheen? Sandhya was an 18-year-old girl like the author. ഓതറിനെ പോലെ തന്നെ 18 വയസ്സ് പ്രായമായ ഒരു കുട്ടിയാണ് സന്ധ്യയും. സന്ധ്യ വാസ് അൺഎഡ്യൂക്കേറ്റഡ്. ഷി വാസ് അൺഎഡ്യൂക്കേറ്റഡ്. ഇപ്പം വിദ്യാഭ്യാസം നേടിയിട്ടില്ല. ഷി ഡിഡ് നോട്ട് സ്പീക്ക് എ വേർഡ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ദ ഓതർ ഡിഡിൻ സ്പീക്ക് എ വേർഡ് ഇൻ ഹിന്ദി. സോ സന്ധ്യ ഒരു വാക്ക് ഇംഗ്ലീഷിലോ ഓതർ ഒരു വാക്ക് ഹിന്ദിയിലോ പറഞ്ഞില്ല. സന്ധ്യസ് ഹൗസ് വാസ് സ്മോളർ ദാൻ ദ ബാത്റൂം ഓഫ് ഷഹീൻ. സോ ഷഹീൻ്റെ വീടിനെ അപേക്ഷിച്ച് സന്ധ്യയുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷഹീൻ്റെ വീടിൻ്റെ ബാത്റൂമിനേക്കാളും ചെറുതായിരുന്നു. ഷഹീൻ ബിലോങ് ടു ദ ഹൈ ഇൻകം ഫാമിലി ആൻഡ് സന്ധ്യ ബിലോങ് ടു എ ലോ ഇൻകം ഫാമിലി. ഷഹീൻ ഒരു വലിയ സാമ്പത്തിക സ്രോതസ്സുള്ള വീട്ടിൽ നിന്നും സന്ധ്യ ഒരു ദാരിദ്ര്യം തളം കെട്ടിയിരുന്ന വീട്ടിൽ നിന്നുമായിരുന്നു വന്നിരുന്നത്. വാട്ട് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് അഗൻഷ? സോ അഗൻഷ ഫൗണ്ടേഷൻ ഈസ് ബേസ്ഡ് ഓൺ 3 principles. The first one is, so India had enough people to teach. Second one, spaces that could be utilized to teach people. Third one is, there is fund and please organize that fund and provide education to the children. So based on these 3 concepts, Akansha Foundation has started. What did the volunteers teach at Akansha? The volunteers they taught basic English and maths along with a dash of values, self-esteem and confidence. So what kind of difference do you think Akansha must have brought into the slums? The children might have acquired enough skills in English and maths, and these skills must have helped them to gain good self-esteem and confidence. So ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അവസാനിപ്പിക്കുകയാണ്. ഇനി തിങ്ക് ആൻഡ് റൈറ്റിലേക്ക് കിടക്കാം. ഓക്കെ, തിങ്ക് ആൻഡ് റൈറ്റിൽ 4 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. വാട്ട് കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ഡിഡ് ഷഹീൻ ഫേസ് വെൻ ഷീ സെറ്റിൽഡ് ഇൻ ഇന്ത്യ? സോ ഷഹീൻ ഇന്ത്യയിൽ സെറ്റിൽ ചെയ്യാനായിട്ട് തീരുമാനിച്ചപ്പോൾ കണ്ട പ്രശ്നങ്ങൾ എന്തെല്ലാമായിരുന്നു? സോ ഫസ്റ്റ് ഷഹീൻ സോ ഇനിക്വാളിറ്റി ഓർ ലാക്ക് ഓഫ് ജസ്റ്റിസ് ഇൻ ഇന്ത്യ. ഫസ്റ്റ് വൺ, ഇനിക്വാളിറ്റി ആൻഡ് ലാക്ക് ഓഫ് ജസ്റ്റിസ്. On one side there was poverty. ഒരു വശത്ത് ദാരിദ്ര്യം തളം കെട്ടി നിൽക്കുകയാണ്. While on the other side there was plenty and waste of food. സോ മറുവശത്ത് ധാരാളിത്തവും അതുപോലെ തന്നെ ഭക്ഷണം വെറുതെ കളയുകയും ചെയ്യുന്നു. Slum stood in contrast to big houses. ഒരു സൈഡിൽ വലിയ വലിയ മണിമാളികളും സൗധങ്ങളും, എന്നാൽ മറുഭാഗത്ത് ചേരികളുമാണ് ഇന്ത്യയിൽ കണ്ടത്. There was disparity everywhere in India. There is disparity everywhere in India. So what was the inequality that she found in India? ഇന്ത്യയിൽ കണ്ട ഇനിക്വാളിറ്റി എന്തായിരുന്നു? There was a wide gap between the rich and the poor. പണക്കാരനും പാവപ്പെട്ടവനും തമ്മിൽ വളരെ വലിയ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. Some were living in luxury. ചിലർ വളരെ ധാരാളിത്തത്തിൽ താമസിച്ചിരുന്നു. While others didn't have enough food to live. പക്ഷെ മറ്റുള്ളവർക്ക് അന്നത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം പോലും ലഭിക്കുന്നില്ലായിരുന്നു. There was disparity in housing, water and education. പാർപ്പിടത്തിൻ്റെ കാര്യത്തിൽ, കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പോലും ഇന്ത്യയിൽ വലിയ തോതിലുള്ള വിവേചനങ്ങൾ നിലനിന്നിരുന്നു. Why do you think the principals of different schools didn't give classroom for the education of the slum children? So various reasons such as the lack of neatness, poverty, lack of income, etc. So പല കാരണങ്ങൾ കൊണ്ടാണ് ഇവർക്ക് ഈ ഒരു സൗകര്യം നിഷേധിച്ച്. ഒരുപക്ഷെ അത് ലാക്ക് ഓഫ് നീറ്റ്നെസ് കൊണ്ടാവാം, ദാരിദ്ര്യം കൊണ്ടാവാം, അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഇൻകം ആവാം. എന്തായാലും 3 കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ, ഒന്നാമത്തെ എന്താണ്? സോ പല പ്രിൻസിപ്പിൾസും പല മാനേജ്മെൻറ്റും സ്ലം കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്ന് പറയുന്ന ഒരു റെവല്യൂഷണറി ഐഡിയയെ പ്രൊമോട്ട് ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. അതായിരുന്നു ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചേരിയിൽ നിന്ന് വരുന്ന കുട്ടികൾ രോഗം പടർത്തും എന്നുള്ള അവരുടെ വിശ്വാസമായിരുന്നു. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഈ ചേരിയിൽ നിന്ന് വരുന്ന കുട്ടികളിലധികവും മുക്കുവന്മാരുടെ മക്കളാണ്. അവരുടെ കയ്യിലുള്ള കുപ്പിവളകൾ പൊട്ടുകയും ആ കുപ്പിവളകളുടെ വളപ്പൊട്ടുകൾ കൊണ്ട് അവരുടെ മനോഹരമായ ഡെസ്കിൽ പോറൽ വരുത്തും എന്ന് പേടിച്ചുമാണ്. ഈ 3 കാരണം, മെയിനായിട്ട് ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് അകൻഷ ഫൗണ്ടേഷന് അല്ലെങ്കിൽ ഷഹീൻ മിസ്ട്രിക്ക് അവിടുത്തെ അധ്യാപകർ മാനേജ്മെൻറ്റ് സ്കൂള് കൊടുക്കാതിരുന്നത്. ഷഹീൻ റിഫേഴ്സ് ടു ദ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ആസ് ബുക്കിഷ്. കമൻറ്റ് ഓൺ ദിസ്. സോ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ ഒരു ബുക്കിഷ് എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ടാണ് ഷഹീൻ മിസ്ട്രി
പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഇറ്റ് ഈസ് എ ക്രിറ്റിസിസം അഗെയിൻസ്റ്റ് ദ ഇന്ത്യൻ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. ഹൗവർ ഇറ്റ് ഈസ് നോട്ട് ഫുള്ളി ട്രൂ. പക്ഷേ ഇത് പൂർണ്ണമായും ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ത്യൻ സ്റ്റുഡൻസ് ഗെറ്റ് ഇനഫ് തിയറിറ്റിക്കൽ ബേസ് ബിഫോർ ദേ കം ടു ദ പ്രാക്ടിക്കൽ ഫീൽഡ്. സോ ഇന്ത്യയിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഫീൽഡിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾക്ക് പൂർണ്ണമായ തിയറി സംബന്ധമായ പൂർണ്ണമായ ഒരു അറിവ് ലഭിക്കും എന്നുള്ളതാണ്. In many foreign countries, activity-oriented education has been given prominence. സോ പല രാജ്യങ്ങളിലും എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ്. പക്ഷേ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ തിയറിറ്റിക്കലാണ്, തിയറി ബേസ്ഡ് ആണ്. സോ പ്രാക്ടിക്കലിന് സാധ്യതയുണ്ട്, പക്ഷേ തിയറിക്കാണ് പ്രൊമിനൻസ് കൂടുതൽ. പക്ഷേ ഫോറിൻ കൺട്രീസിലെല്ലാം ആക്ടിവിറ്റീസ് പ്രാക്ടിക്കലിനാണ് കൂടുതൽ പ്രൊമിനൻസ്. Most of the students do not get the depth of education. Indian education system is both intellectual and spiritual. So ഈ പ്രാക്ടിക്കലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം വരുമ്പോൾ കുട്ടികൾക്ക് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അറിവ് വളരെ കുറവായിരിക്കും. പക്ഷേ ഇന്ത്യയിലെ സിസ്റ്റത്തിൽ തിയറിക്കും പ്രാക്ടിക്കലിനും ഒരുപോലെ പ്രാധാന്യമുണ്ട്. അതുതന്നെയല്ല, ഇത് കുട്ടികളെ ഒരു ഇൻ്റലക്ച്വൽ ലെവലിലും സ്പിരിച്വൽ ലെവലിലും ഉയരാനും വളരാനും ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം അവരെ സഹായിക്കും എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ 2 ആക്ടിവിറ്റിയാണ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. ആ 2 ആക്ടിവിറ്റിയും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അത് ഏതൊക്കെയാണ് 2 ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 1, ജോബ് ആപ്ലിക്കേഷൻ ഓർ റെസ്യൂം. ഒരു ജോബ് ആപ്ലിക്കേഷൻ പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ ഒരു റെസ്യൂം പ്രിപ്പയർ ചെയ്യുക. Study the following poster that tells about another initiative called Teach for India by Shaheen Mistry. It is an advertisement seeking volunteers to teach the children in low-income areas. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ആഡ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ ആഡ് നിങ്ങളെ കാണിച്ചു തരാം. സോ നിങ്ങൾക്ക് ആഡ് കാണാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ് കാണാം. സോ ആ ആഡിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആർ യു റെഡി ഫോർ എ ചലഞ്ച്? നിങ്ങളൊരു ചലഞ്ചിന് തയ്യാറാണോ? ടീച്ച് ഫോർ ഇന്ത്യ ഈസ് സെലക്ടിങ് ഹൈ പൊട്ടൻഷ്യൽ കോളേജ് ഗ്രാജുവേറ്റ്സ് ആൻഡ് യങ് പ്രൊഫഷണൽസ്. അപ്ലൈ നൗ അറ്റ് ടീച്ച് ഫോർ ഇന്ത്യ. സോ ടീച്ച് ഫോർ ഇന്ത്യയിലേക്ക് വോളണ്ടിയേഴ്സിനെ ആവശ്യമുണ്ട്. സോ ഇഫ് യു വർ ടു അപ്ലൈ ഫോർ ദിസ് വേക്കൻസി, വാട്ട് വുഡ് യു റൈറ്റ് ഇൻ യുവർ ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂം? സോ നിങ്ങൾ ഈ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനിലും റെസ്യൂമിലും എന്ത് എഴുതും? Before you start writing, go through the templates of a cover letter and resume given below. So ഇവിടെ ഒരു കവറിംഗ് ലെറ്ററും ഒരു റെസ്യൂമും തന്നിട്ടുണ്ട്. സോ എന്താണ് കവറിംഗ് ലെറ്റർ, എന്താണ് റെസ്യൂം എന്ന് നമുക്ക് നോക്കാം. സോ കവറിംഗ് ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ചുള്ള ഒരു ജനറൽ അല്ലെങ്കിൽ ഒരു ഓവർവ്യൂ എഴുതുന്നതിനാണ് സാധാരണ കവറിംഗ് ലെറ്റർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്, ഏത് ജോലിക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, നമ്മുടെ പേര്, നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ ഏത് ജോലിക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, സോ ആ ജോലിക്ക് ആവശ്യമായ എന്തെല്ലാം ക്വാളിറ്റീസ് നമ്മളിലുണ്ട് എന്നുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഓവർവ്യൂ ആണ് നമ്മൾ കവറിംഗ് ലെറ്ററിൽ കൊടുക്കുന്നത്. പക്ഷേ റെസ്യൂമിൽ നമ്മളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നമ്മുടെ നമ്മുടെ ഫാമിലിയുമായിട്ട് ഫാമിലി റിലേറ്റഡ് മാറ്റേഴ്സ് ഫാമിലി റിലേറ്റഡ് ഇൻഫർമേഷൻ ആണ്. So that means our name, house name, parents name, etc. So our education qualifications, our professional qualifications, our hobbies, our interest, our extracurricular activities, our achievements, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ റെസ്യൂമിൽ പരാമർശിക്കും. സോ ഒരാളുടെ കവറിംഗ് ലെറ്റർ വായിച്ചതിന് ശേഷം റെസ്യൂം വായിച്ചു കഴിയുമ്പോൾ അയാളെക്കുറിച്ചുള്ള പൂർണ്ണമായ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകും. ഓക്കെ, ഇനി ഇവിടെ ഒരു കവറിംഗ് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഒരു കവറിംഗ് ലെറ്ററിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എങ്ങനെയാണ് ഹൗ ടു പ്രിപ്പയർ എ കവറിംഗ് ലെറ്റർ. ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം? യുവർ അഡ്രസ്, നമ്മുടെ അഡ്രസ്സ് എഴുതണം. ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു റൈറ്റ് അവർ ഓൺ അഡ്രസ്. ദെൻ സെക്കൻഡ് വൺ ഡേറ്റ് എഴുതണം. എന്നാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത് എന്നുള്ള ഡേറ്റ് എഴുതണം. സെക്കൻഡ്, ടു അഡ്രസ്, ആർക്കാണ് നമ്മൾ ലെറ്റർ അയക്കുന്നത്, അവരുടെ പേര്, ഡെസിഗ്നേഷൻ, സ്ഥാപനത്തിൻ്റെ പേര് മുതലായവ എഴുതുക. ദെൻ സല്യൂട്ടേഷൻ, ഡിയർ സാർ അല്ലെങ്കിൽ ഡിയർ മാഡം എക്സെട്ര. ഓക്കെ, ദെൻ അതിനുശേഷം ഈ സല്യൂട്ടേഷന് തൊട്ട് മുമ്പ് നമ്മൾ സബ്ജക്റ്റ് എഴുതണം. സോ ഐ എം അപ്ലൈയിങ് ഫോർ എ ജോബ്, ഐ എം അപ്ലൈയിങ് ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞ്
സബ്ജക്റ്റ് എഴുതുക. സബ്ജക്റ്റിന് ശേഷമാണ് സല്യൂട്ടേഷൻ പറയേണ്ടത്. അതിനുശേഷം 3 പാരഗ്രാഫായിട്ടാണ് നമ്മളതിൻ്റെ മാറ്റർ അല്ലെങ്കിൽ ബോഡി എഴുതേണ്ടത്. ഒന്ന് ഓപ്പണിംഗ് പാരഗ്രാഫ്, മിഡിൽ പാരഗ്രാഫ്, ക്ലോസിംഗ് പാരഗ്രാഫ്. ദെൻ ഓപ്പണിംഗ് പാരഗ്രാഫിൽ എന്താണ് വേണ്ടത്? ക്ലിയർലി സ്റ്റേറ്റ് വൈ യു ആർ റൈറ്റിംഗ്. സോ ഓപ്പണിംഗ് പാരഗ്രാഫിൽ എന്താണ് വേണ്ടത്? ആരാണ് എന്തുകൊണ്ടാണ് ഈ ലെറ്റർ എഴുതുന്നത് എന്ന് പറയണം. നെയിം ദ പൊസിഷൻ ഓർ ടൈപ്പ് ഓഫ് വർക്ക് യു ആർ എക്സ്പ്ലോറിംഗ് ആൻഡ് were applicable. How you heard about the person or organization. സോ ആദ്യത്തെ ഓപ്പണിംഗ് പാരഗ്രാഫിൽ നിങ്ങൾ ആരാണ്, നിങ്ങൾ ഏത് പൊസിഷന് വേണ്ടിയിട്ടാണ് ഈ ആപ്ലിക്കേഷൻ അയക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് എഴുതുക. അതിനുശേഷം നിങ്ങൾ എങ്ങനെയാണ് ഈ ജോബ് ഓഫർ അറിഞ്ഞത് എന്നുള്ളത് ആദ്യത്തെ പാരഗ്രാഫിൽ എഴുതുക. ഓക്കെ. ഇനി രണ്ടാമത്തെ പാരഗ്രാഫ്, എക്സ്പ്ലെയിൻ വൈ യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് എംപ്ലോയർ ആൻഡ് യുവർ റീസൺസ് ഫോർ ഡിസയറിങ് ദിസ് ടൈപ്പ് ഓഫ് വർക്ക്. സോ രണ്ടാമത്തെ പാരഗ്രാഫിൽ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഈ ഒരു എംപ്ലോയറിൽ നിങ്ങൾക്ക് താല്പര്യം തോന്നിയത്, അല്ലെങ്കിൽ ഏതെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത്. Then if you had relevant school or work experience, be sure to point it out with 1 or 2 key examples. സോ നിങ്ങൾക്ക് എന്തെങ്കിലും റിലവൻറ്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സാമ്പിൾസോടുകൂടി ആ എക്സ്പീരിയൻസ് ഇവിടെ വളരെ ഷോർട്ടായിട്ട് എഴുതുക. ബട്ട് ഡു നോട്ട് റീട്രേറ്റ് യുവർ എൻറ്റയർ റെസ്യൂം. നിങ്ങളുടെ എൻറ്റയർ റെസ്യൂം ഇവിടെ എഴുതേണ്ട കാര്യമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും റീസെൻ്റ് ആയിട്ടോ റെലവൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ 1 or 2 വർക്ക് എക്സ്പീരിയൻസ് ഇവിടെ എഴുതുക. എംഫസൈസ് യുവർ സ്കിൽസ് ഓർ എബിലിറ്റീസ് ദാറ്റ് റിലേറ്റ് ടു ദ ജോബ്സ്. അതുപോലെ തന്നെ ഈ ജോബുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ അല്ലെങ്കിൽ ഒരു അഡീഷണൽ സ്കിൽസോ റിക്വയർമെൻറ്റ്സോ ഉണ്ടെങ്കിൽ അവ ഇവിടെ മെൻഷൻ ചെയ്യുക. ബി ഷുവർ ടു ഡു ദിസ് ഇൻ എ കോൺഫിഡൻറ്റ് മാനർ ആൻഡ് റിമെമ്പർ ദാറ്റ് ദ റീഡർ വിൽ വ്യൂ യുവർ ലെറ്റർ ആസ് എൻ എവിഡൻസ് ഫോർ യുവർ റൈറ്റിംഗ് സ്കിൽസ്. സോ ഇത് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ചെയ്യണം. കാരണം ഈ ലെറ്റർ എന്ന് പറയുന്നത് എംപ്ലോയർ നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് വളരെ മനോഹരമായിട്ട് എഴുതുകയാണ് എങ്കിൽ അദ്ദേഹം കരുതും നിങ്ങൾക്ക് നല്ല കോംപ്രഹെൻസീവ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല കോംപ്രഹെൻസീവ് സ്കില്ലുണ്ടാവും, നിങ്ങൾക്ക് നല്ല ഇൻ്റലക്ച്വൽ എബിലിറ്റി ഉണ്ടാവും, ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഉണ്ടാവും, നിങ്ങൾക്ക് നല്ല റൈറ്റിംഗ് സ്കില്ലുണ്ടാവും എന്ന് എംപ്ലോയർ മനസ്സിലാക്കും. ദെൻ നമുക്ക് ക്ലോസിംഗ് പാരഗ്രാഫിലേക്ക് വരാം. റീട്രേറ്റ് യുവർ ഇൻട്രസ്റ്റ് ഇൻ ദ പൊസിഷൻ. ആ ജോബിലുള്ള നിങ്ങളുടെ താല്പര്യത്തെ ഒന്നുകൂടി പറയുക. ആൻഡ് യുവർ എന്തൂസിയാസം ഫോർ യൂസിങ് യുവർ സ്കിൽസ് ടു കോൺട്രിബ്യൂട്ട് ടു ദ വർക്ക് ഓഫ് ദ ഓർഗനൈസേഷൻ. മാത്രമല്ല ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിലുള്ള നിങ്ങളുടെ സന്തോഷം കൂടി പങ്കുവയ്ക്കുക. Then thank the reader for his consideration of your application and end by stating that you look forward to the opportunity to discuss the position further sincerely. സോ ഈ എംപ്ലോയർ നിങ്ങളുടെ ഈ ലെറ്റർ വായിക്കുന്നതിലുള്ള നന്ദി നിങ്ങൾ രേഖപ്പെടുത്തുക. അതിനുശേഷം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു മുഖാമുഖ കൂടിക്കാഴ്ചയ്ക്ക് നിങ്ങൾ കാത്തിരിക്കുകയാണ് എന്നുള്ള കാര്യവും പറയുക. അതിനുശേഷം സിൻസിയർലി യുവർ നെയിം ആൻഡ് സിഗ്നേച്ചർ. ഈ രീതിയിൽ നമുക്ക് കവറിംഗ് ലെറ്റർ അവസാനിപ്പിക്കാം. ഓക്കെ. ആദ്യം ഫ്രം അഡ്രസ്, ദെൻ ഡേറ്റ്, ടു അഡ്രസ്സ്, സബ്ജക്റ്റ്, സല്യൂട്ടേഷൻ, ദെൻ മാറ്ററിൽ ഓപ്പണിംഗ് പാരഗ്രാഫ്, മിഡിൽ പാരഗ്രാഫ്, ക്ലോസിംഗ് പാരഗ്രാഫ്, ദെൻ സിൻസിയർലി യുവർ നെയിം ആൻഡ് സിഗ്നേച്ചർ. ഓക്കെ. ഈ രീതിയിൽ നമുക്കൊരു കവറിംഗ് ലെറ്റർ പ്രിപ്പയർ ചെയ്യാം. ദെൻ ഒരു റെസ്യൂം. എങ്ങനെ ഒരു റെസ്യൂം പ്രിപ്പയർ ചെയ്യാം? റെസ്യൂമിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും, വിദ്യാഭ്യാസ യോഗ്യത, നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നമ്മുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മുടെ റെസ്യൂമിൽ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. റെസ്യൂം പല രീതിയിൽ ഉണ്ടാകാം, പല രീതിയിൽ നമുക്ക് എഴുതാം. ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള റെസ്യൂംസ് കാണുവാനായിട്ട് പറ്റും. ഇവിടെ ഒരു ചെറിയൊരു റെസ്യൂം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫോർമാറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം കറൻറ്റ് അഡ്രസ്സ് പറയുക. അതായത് നമ്മുടെ അഡ്രസ്സ് ആദ്യം തന്നെ റെസ്യൂം എന്നുള്ള ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം പേഴ്സണൽ ആയിട്ടുള്ള ഈ പേഴ്സണൽ ഇൻഫർമേഷനാണ് കൊടുക്കേണ്ടത്. അതായത് നിങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ, നിങ്ങളുടെ നെയിം, നിങ്ങളുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽ, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി, സ്കൈപ്പ് ഐ ഡി ഉണ്ടെങ്കിൽ സ്കൈപ്പ് ഐ ഡി ഒക്കെ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ കറൻറ്റ് അഡ്രസ്സ്, നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ്, ഇത്രയും കാര്യങ്ങൾ കൊടുക്കുക. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത്? ഒബ്ജക്റ്റീവ്സ്. സോ റൈറ്റ് യുവർ ഒബ്ജക്റ്റീവ് ഇൻ 1 sentence. സോ വൈ യു ആർ അപ്ലൈയിങ് ഫോർ ദിസ് ജോബ്. ഈ ജോബിന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിനുള്ള കാരണം എന്താണ്? അല്ലെങ്കിൽ വൈ യു ആർ ചൂസിങ് ദീസ്
പ്രൊഫഷൻ ആസ് യുവർ കരിയർ. ഈ പ്രൊഫഷൻ നിങ്ങളുടെ കരിയറായിട്ട് ചൂസ് ചെയ്യുന്നതിന് കാരണം എന്താണ് എന്ന് വളരെ കൃത്യമായിട്ട് പറയാം. ദെൻ സെക്കൻഡ് വൺ എഡ്യൂക്കേഷൻ. സോ നിങ്ങളുടെ എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് കൃത്യമായിട്ട് എഴുതാം. അതിനകത്ത് നിങ്ങളുടെ ഹൈസ്കൂൾ എക്സ്പീരിയൻസ് വേണം, അതായത് SSLC, ദെൻ ഹയർ സെക്കൻഡറി, ഡിഗ്രി, PG, പിന്നെ അതിന് മുകളിലേക്കുള്ള എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് എഴുതുക. അതിനകത്ത് ആ ഒരു ഓർഡർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ആദ്യം സ്കൂളിൻ്റെ പേര് എഴുതുക. സ്കൂളിൻ്റെ പേര് എഴുതിയതിന് ശേഷം യൂണിവേഴ്സിറ്റി എഴുതുക, നിങ്ങൾ പഠിച്ച വർഷം എഴുതുക, നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് എഴുതുക, നിങ്ങളുടെ പെർസെൻറ്റേജ് എഴുതുക. അപ്പോൾ ആ ഒരു ഓർഡർ നമ്മൾ എല്ലായ്പ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ എക്സ്പീരിയൻസ്, അതായത് നിങ്ങളുടെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ്, നിങ്ങളുടെ തൊഴിലിടത്തിലെ പരിചയം നിങ്ങൾക്ക് എഴുതാം. അവിടെ നിങ്ങൾ കമ്പനിയുടെ പേര്, നിങ്ങളുടെ പൊസിഷൻ എന്തായിരുന്നു, നിങ്ങൾ ചെയ്ത ജോലി എന്തായിരുന്നു, അതിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എഴുതുക, ജോലിയുടെ കാലയളവ് എത്ര കാലം നിങ്ങൾ അവിടെ ജോലി ചെയ്തു എന്ന് എഴുതുക, ദെൻ റീസൺ ഫോർ ലീവിങ് ദാറ്റ് ജോബ്, ആ ജോബ് നിങ്ങൾ വിടാനുള്ള കാരണം, ഇത്രയും കാര്യങ്ങൾ നിങ്ങളവിടെ എഴുതിയിരിക്കണം. അതിനുശേഷം ആക്ടിവിറ്റീസ്, നിങ്ങൾക്ക് എന്തെങ്കിലും വേരിയസ് ഓർഗനൈസേഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സോഷ്യൽ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ലീഡർഷിപ്പ് ആക്ടിവിറ്റീസോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെഴുതാം. ദെൻ അച്ചീവ്മെൻറ്റ്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അവാർഡ്സോ അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലെ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതെഴുതുക. ദെൻ സ്കിൽസ്, ഇഫ് യു ഹാവ് എനി സ്കിൽസ് മീൻസ് കമ്പ്യൂട്ടർ സ്കിൽ, എനി അഡീഷണൽ ടെക്നിക്കൽ സ്കിൽസ്, എനി ലാംഗ്വേജ് സ്കിൽസ് that are required for the job, ജോബിന് വേണ്ടി അല്ലെങ്കിൽ ജോബുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ എന്തെങ്കിലും സ്കിൽസ് ഉണ്ടെങ്കിൽ അത് എഴുതുക. ദെൻ ലാംഗ്വേജസ്, ഹൗ മെനി ലാംഗ്വേജസ് ആർ നോൺ ടു യു, നിങ്ങൾക്ക് എത്ര ഭാഷകൾ അറിയാം, അത് റൈറ്റിംഗ് എഴുതാൻ, റീഡിങ് വായിക്കാൻ, ദെൻ സ്പീക്കിംഗ് പറയാൻ. ഓക്കെ, ദെൻ ഇൻട്രസ്റ്റ്, ഇഫ് യു ഹാവ് എനി പർട്ടിക്കുലർ ഇൻട്രസ്റ്റ് പ്ലീസ് റൈറ്റ് ഡൗൺ. സോ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങളൊരു റെസ്യൂം പ്രിപ്പയർ ചെയ്യേണ്ടത്. ദെൻ ആക്ടിവിറ്റി 2, ജോബ് ഇൻ്റർവ്യൂ. Suppose your application is considered positively and you are invited for an interview. What kind of responses would you make to the following interview questions? So നിങ്ങളുടെ ജോബ് ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തു, നിങ്ങൾ ഇൻ്റർവ്യൂവിന് ക്ഷണിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഫോർമാറ്റ് തന്നിരിക്കുകയാണ്. ഇവിടെ ഇൻ്റർവ്യൂവർ, അതായത് ഇൻ്റർവ്യൂ നടത്തുന്നയാളുടെ ഭാഗം കൃത്യമായി പൂരിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഭാഗമാണ് പൂരിപ്പിക്കാത്തത്. സോ ഹൗ വിൽ യു കംപ്ലീറ്റ് ദിസ് ജോബ് ഇൻ്റർവ്യൂ? സോ ഇൻ്റർവ്യൂവർ, വാട്ട് ഡു യു പ്രിഫർ ടു ടീച്ച്? സോ ഇതൊരു ടീച്ചിങ് ജോബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. സോ ഇൻ്റർവ്യൂവിൻ്റെ ചോദ്യമാണ് വൈ ഡു യു പ്രിഫർ ടു ടീച്ച്, എന്തുകൊണ്ടാണ് നിങ്ങൾ ടീച്ചിങ് തിരഞ്ഞെടുത്തത്? നമുക്കതിന് പല ഉത്തരങ്ങൾ കൊടുക്കാം. സോ ഞാൻ ടീച്ചിങ് പ്രൊഫഷൻ അതിയായി ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് എന്നെഴുതാം, അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമായതുകൊണ്ടാവാം ആണ് എന്ന് നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ പറയാം. ഇപ്പോൾ ഇവിടെ I would like to teach the underprivileged children who are from the low income society. I would like to teach. അതെനിക്ക് I believe that it is a privilege for me to teach the underprivileged children, and I believe that it is part of my responsibility to my country എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. Then do you have any teaching experience? Yes, നിങ്ങൾക്ക് എത്ര ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് പറയാം. What do you think is the most serious problem regarding education in the rural areas? റൂറൽ ഏരിയാസുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, ദെൻ അതുപോലെ തന്നെ പോവേർട്ടി, ഇല്ലിറ്ററേറ്റ് പേരൻസ് ആൻഡ് അൺവില്ലിങ്നെസ് ഫ്രം ദ പാർട്ട് ഓഫ് ദ ചിൽഡ്രൻ ആർ മേജർ ഇഷ്യൂസ്. അതെല്ലാം നമുക്കൊരു ഇഷ്യൂസായിട്ട് പരാമർശിക്കാം. ദെൻ ഹൗ പോവർട്ടി ഈസ് ദ മോസ്റ്റ് സീരിയസ് പ്രോബ്ലം ഇൻ ലോ ഇൻകം ഏരിയാസ്. സോ ഈ ചേരികളിലെല്ലാം പോവേർട്ടി, ദാരിദ്ര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. Then if you are to change something about the current education system, what would that be? ഇപ്പോൾ നിലവിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ആ മാറ്റം? More importance should be given to the upliftment of the poor children, അതായത് താഴേക്കിടയിലുള്ള കുട്ടികളുടെ ഉയർച്ച തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബൈ പ്രൊവൈഡിങ് ഗുഡ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് ഫോർ ദം, അവർക്ക് ഏറ്റവും മികച്ച എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് കൊടുത്ത് അവരെ
ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഹൗ ഡു യു പ്ലാൻ ടു ക്രിയേറ്റ് ആൻ ഇമ്പാക്റ്റ് ഓൺ ദ സൊസൈറ്റി? സൊസൈറ്റിയിൽ ഒരു മാറ്റം നിങ്ങൾ എങ്ങനെയാണ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക? ഐ വിൽ ട്രൈ ടു മിങ്കിൾ വിത്ത് ദോസ് പുവർ പീപ്പിൾ ടു ഗെയിൻ ദ കോൺഫിഡൻസ്. അത് പാവപ്പെട്ട ആളുകളുമായി ഇടപെട്ട് ഞാൻ അവരുടെ ആത്മവിശ്വാസം, അവരുടെ വിശ്വാസം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും. ആഫ്റ്റർ വാർഡ്സ് ഐ വിൽ കോൺസെൻട്രേറ്റ് ഓൺ ടീച്ചിങ് ദ ചിൽഡ്രൻ. അതിനുശേഷം അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ ഞാൻ കൂടുതൽ ശ്രദ്ധ ചെലുത്തും. ഓക്കെ, ഇപ്പോൾ ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തു. സോ ഇവിടെ ഈ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു കവറിങ് ലെറ്റർ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു റെസ്യൂമും നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണ്. ഏത് ജോലിയെന്ന് ഞാൻ പറയുന്നില്ല, ഏതെങ്കിലും ഒരു ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക. ആ ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതായിട്ട് ഒരു കവറിങ് ലെറ്ററും ഒരു റെസ്യൂമും പ്രിപ്പയർ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരാം. ഓക്കെ, അതുപോലെ തന്നെ തിങ്ക് ആൻഡ് റൈറ്റിൽ ഒരു 5 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും നിങ്ങൾ വളരെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ,